ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു എക്സാമിന് പഠിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ പോവുക എന്നുള്ളതാണ്. ഒരു എക്സാമിന് നിങ്ങൾ ഈസി ആയിട്ട് ഒരുപാട് സ്കോർ ചെയ്യാൻ നിങ്ങൾ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 5-10 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോവുക. കാരണം ഇതേ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് പല ക്വസ്റ്റ്യൻ പേപ്പറുകളും നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് ലാസ്റ്റ് ഒരു 2021 തൊട്ടുള്ള എല്ലാ എക്സാമിന് വന്ന എല്ലാ ക്വസ്റ്റ്യൻസ് 10th ലെവലിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ജോഗ്രഫിയിൽ നിന്ന്, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന്. അപ്പോൾ ഇതിൽ പല ക്വസ്റ്റ്യൻസുകളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് പലതവണ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സെഷനിലേക്കാണ് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെഷൻ ആദ്യം തൊട്ട് അവസാനം വരെ വ്യക്തമായിട്ട് കാണുക. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യും, ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഓരോ ഓപ്ഷൻസുകളും നമ്മൾ നോക്കുക, ഓപ്ഷൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളും എല്ലാം നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ക്വസ്റ്റ്യൻസുകൾ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയേ. അതായത് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന്, ഇന്ത്യയുടെ ബേസിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള ഏറ്റവും ബെസ്റ്റ് തെളിവാണിത്. 2020, 21, 22 ഈ പല വർഷങ്ങളിലെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇതേ നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് 2020-ലാണ്, 21 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ് അക്ഷാംശ വ്യാപ്തി എന്ന് ചോദിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് അക്ഷാംശ വ്യാപ്തി എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി മറ്റൊരു ഇയർ ചോദിച്ചിരിക്കുന്ന ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് രേഖാംശ വ്യാപ്തിയും ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഇനി മറ്റൊരു ചോദ്യം നോക്കിയാൽ നിങ്ങൾ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ സംഭവം ഒന്ന് തന്നെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്. ഇതിന്റെ അർത്ഥം ഒന്ന് തന്നെ, നമ്മുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ് എന്ന് ഇൻഡയറക്ട്ലി ചോദിച്ചതാണ് ഇത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നമുക്ക് അക്ഷാംശ വ്യാപ്തി, രേഖാംശ വ്യാപ്തിയൊക്കെ വളരെ നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇന്ത്യയുടെ മാപ്പിൽ ഈ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയൊക്കെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം. കാരണം ബേസിക്സിൽ നിന്ന് ചോദ്യം വന്നാൽ നമുക്ക് തെറ്റാൻ പാടില്ല. ഓക്കെ, അധിക പേരും തെറ്റിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്, അതടക്കം ഞാൻ പറയും, ശ്രദ്ധിച്ച് കേൾക്കുക. എടാ, നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വടക്കുള്ള അക്ഷാംശം ഞാനിതാ ഇവിടെ വരച്ചിട്ടുണ്ട്. അതേപോലെ ഇന്ത്യയുടെ ഏറ്റവും തെക്കുള്ള അക്ഷാംശവും ഞാനിതാ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ തെക്കും വടക്കുമുള്ള അക്ഷാംശം വരച്ചു. തൽക്കാലം നമ്മൾ ഇന്ത്യയുടെ മെയിൻലാൻഡിലെ അക്ഷാംശം, തെക്കേ അറ്റത്തുള്ള അക്ഷാംശം മാത്രമേ വരച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ കന്യാകുമാരിയിലൂടെ പോകുന്ന അക്ഷാംശമാണ് വരച്ചത്. ശരിക്കും ഇന്ത്യയുടെ തെക്കേ അറ്റം കന്യാകുമാരിയാണോ? അല്ല, ഇന്ത്യയുടെ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഏറ്റവും തെക്കേ അറ്റം ഇന്ത്യയുടെ ഇതാണ്, ആൻഡമാൻ നിക്കോബാറിൽ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിര പോയിന്റ്, ഈ ഒരു പോയിന്റാണ് ഏറ്റവും തെക്കേ അറ്റം. പക്ഷേ നമ്മൾ ഇപ്പോൾ സാധാരണ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും പറയുന്ന സമയത്ത് ഇന്ത്യയുടെ മെയിൻലാൻഡ് മാത്രമാണ് എടുക്കുക. അപ്പോൾ ഏറ്റവും വടക്കുള്ള അക്ഷാംശം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സ്ഥലത്തിൻ്റെ പേരെന്താ? ഇന്ത്യയുടെ വടക്കേ അറ്റത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് ഇന്ദിരാകോൾ. എന്താ പറയുക? ഇന്ദിരാകോളിലൂടെ കടന്നു പോകുന്ന അക്ഷാംശം 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് അഥവാ വടക്കാണ്. ഓക്കെ, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് അഥവാ നോർത്താണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തൂടെ കടന്നു പോകുന്ന അക്ഷാംശം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ ഏറ്റവും തെക്ക്, നമ്മുടെ കന്യാകുമാരി, ഉപദ്വീപിൻ്റെ തെക്കായ കന്യാകുമാരിയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശം ചോദിച്ചു കഴിഞ്ഞാൽ 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് അഥവാ വടക്കാണ്. ഇതാണ് എല്ലാവരും തെറ്റിക്കുന്ന ഒരു ചോദ്യം. അതായത് ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ തെക്കല്ലേ കന്യാകുമാരി അല്ലേ എന്ന് വിചാരിച്ചിട്ട് 8 ഡിഗ്രി 4 മിനിറ്റ് തെക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും. തെറ്റാണ്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏത് അക്ഷാംശം ആയിക്കോട്ടെ, ഈ അക്ഷാംശങ്ങളെല്ലാം തന്നെ എന്തക്ഷാംശമാണ്? വടക്ക് അഥവാ നോർത്ത് അക്ഷാംശമാണ്. ഒരു കാരണവശാലും മറക്കരുത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ അക്ഷാംശവും നോർത്ത് അഥവാ വടക്ക് അക്ഷാംശമാണ്. അതിന് കാരണം ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിൽ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ്. അതാണ് കാരണം. അപ്പോൾ ഈ കാര്യം പിടികിട്ടിയല്ലോ. ഇത് നമ്മുടെ കന്യാകുമാരിയാണ്. അതും ഞാൻ ചുമ്മാ ഒന്ന് ഇവിടെ എഴുതി വെക്കുന്നുണ്ട്, കന്യാകുമാരി. ഓക്കെ,
അപ്പം നമ്മുടെ അക്ഷാംശ വ്യാപ്തി കണ്ടു 8 ഡിഗ്രി 4 മിനിറ്റ് തൊട്ട് 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. എന്ന് വെച്ചാൽ നമ്മൾ അക്ഷാംശ വ്യാപ്തി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ നേരെ ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യയുടെ ഏറ്റവും പടിഞ്ഞാറേ വശത്തൂടെ കടന്നു പോകുന്ന രേഖാംശം ഞാനിത് ഇവിടെ ഇങ്ങനെ വരക്കുന്നുണ്ട്. ഇന്ത്യയുടെ കിഴക്ക് കടന്നു പോകുന്ന രേഖാംശവും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള രേഖാംശം എന്ന് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 68 ഡിഗ്രി. എത്രയാണ്? 68 ഡിഗ്രി 7 മിനിറ്റ്. എന്താണ് കിഴക്ക് അഥവാ ഈസ്റ്റ് ആണ്. കാരണം ഇന്ത്യ കിഴക്കുള്ള ഒരു രാജ്യമാണ്. അപ്പം ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ രേഖാംശവും എന്ത് രേഖാംശ? കിഴക്ക് അഥവാ ഈസ്റ്റ് രേഖാംശമായിരിക്കും. കിഴക്ക് അഥവാ ഈസ്റ്റ് രേഖാംശമായിരിക്കും. അപ്പം മറക്കരുത്, ഇന്ത്യ നമ്മുടെ കിഴക്കുള്ള ഒരു രാജ്യമാണ്. കിഴക്കൻ അർദ്ധഗോളത്തിലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന എല്ലാ രേഖാംശവും കിഴക്ക് രേഖാംശം, എല്ലാ അക്ഷാംശവും വടക്ക് അക്ഷാംശമായിരിക്കും. ഇവ തമ്മിൽ മാറരുത്. ഇനി നമ്മുടെ ഏറ്റവും കിഴക്കേ അറ്റമായ കിബിത്തുവിലൂടെ കടന്നു പോകുന്ന അക്ഷാംശമാണ് 97 ഡിഗ്രി 25 മിനിറ്റ്. വീണ്ടും ഈസ്റ്റ് അഥവാ കിഴക്ക്. ഇപ്പം 2 അക്ഷാംശങ്ങളും കിഴക്കാണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു കാരണവശാലും മറക്കരുത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് ഞാൻ നീങ്ങുവാണ്. അതായത് നിങ്ങൾക്ക് എക്സാമിന് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത് 37 ഡിഗ്രി 6 മിനിറ്റ് 38 ഞാൻ എടുക്കുവാണ്, റൗണ്ട് ചെയ്യാണ്. 8 ഡിഗ്രി 4 മിനിറ്റ് റൗണ്ട് ചെയ്യാണ്, 8 ഡിഗ്രി എന്ന് എടുക്കുവാണ്. 8ഉം 38ഉം എത്രയാണ് ഇന്ത്യയുടെ വടക്കും തെക്കും തമ്മിലുള്ള അക്ഷാംശ വ്യാപ്തി? ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇന്ത്യയുടെ തെക്ക് വടക്ക് അക്ഷാംശ വ്യാപ്തി 30 ഡിഗ്രിയാണ്. ഇനി ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് രേഖാംശ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 68.7 68 എടുക്കുകയാണ്. 97.25 റൗണ്ട് ചെയ്ത് ഞാൻ 98 എന്ന് എടുക്കുകയാണ്. 98 68 എത്രയാണ്? 30 ഡിഗ്രിയാണ് രേഖാംശ വ്യാപ്തി എന്നും കാണാൻ പറ്റും. ഏകദേശം 30 ഡിഗ്രി, കുറച്ച് കുറവാണ്, ഒരു 29 സംതിങ് ഒക്കെ വരുള്ളൂ. ബട്ട് 30 ഡിഗ്രി എന്ന് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും രണ്ടും തുല്യമാണ്. ഏകദേശം 30 ഡിഗ്രിയാണ്. ഇന്ത്യയെ നമുക്കൊരു സ്ക്വയറിൽ വരക്കാൻ പറ്റും. അതാണ് ഇത് തീർച്ചയായും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലൂടെ പോയി നോക്കിയാലോ? യെസ്, ആദ്യം ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയായിരുന്നു. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ആദ്യം തന്നെ നമ്മൾ ഈസ്റ്റ് എന്നൊക്കെ വരുന്നതൊക്കെ എടുത്ത് അങ്ങ് തട്ടിക്കളയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. ബാക്കിയുള്ളത് നോക്കാം. 12 നമുക്ക് ബന്ധമില്ല അല്ലേ? അപ്പോൾ യെസ്, ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുമല്ല ആൻസർ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് മുതൽ, എന്ന് വെച്ചാൽ കന്യാകുമാരി മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് വരെ, എന്ന് വെച്ചാൽ ഇന്ദിരാകോൾ വരെ. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കാണിച്ചു തന്നതാണ്. സോ സെറ്റല്ലേ? പിടികിട്ടിയല്ലോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, തീർച്ചയായും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് സിമ്പിളായിട്ട് കിട്ടി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ എന്നാണ് ചോദിച്ചത്. ശരിക്കും അത് തെറ്റായ ഒരു ചോദ്യമാണ്. PSC അങ്ങനെ ചെയ്യരുതായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ PSCയുടെ ചോദ്യമാണല്ലോ, ആ ഒരു നിലവാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതങ്ങ് ചെയ്തു പോകുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിലുള്ള ഏകദേശ എത്ര ഡിഗ്രിയാണ് വ്യത്യാസമുള്ളത്? അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി, 30 ഡിഗ്രിയാണ് വ്യത്യാസം. അതും നമുക്ക് കിട്ടി. മൂന്നാമത്തെ ചോദ്യം എന്താ? അതിൻ്റെ ആൻസറും കിട്ടി. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? അതും കിട്ടി, 30 ഡിഗ്രിയാണ്. സെറ്റല്ലേ? അപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ഒരേപോലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇതിൻ്റെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയൊക്കെ അറിഞ്ഞിരിക്കണം. 1-2 കാര്യങ്ങൾ കൂടി എക്സ്ട്രാ പറഞ്ഞോട്ടെ. തീർച്ചയായും നമ്മുടെ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും അറിയുന്നതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരവും കിഴക്ക് പടിഞ്ഞാറ് ദൂരവും അറിഞ്ഞിരിക്കണം. തെക്ക് വടക്ക് ദൂരം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ ആണ്. ഇനി കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ ആണ്. ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, മറന്നു പോകരുത്. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. 3, 2, 1, 4 1, 2, 3, 4 ഒന്ന് ഷഫിൾ ചെയ്ത് എഴുതിയിരിക്കുന്നു. 3, 2, 1, 4. ഇത് 2933. രണ്ടും ഏകദേശം എത്രയാ? 3000 കിലോമീറ്ററാണ്. കിഴക്ക് പടിഞ്ഞാറ് അല്പം കുറവാണ്, വടക്ക് തെക്ക് അല്പം കൂടുതലാണ്. ആ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഓക്കെ, സോ കാര്യം പിടികിട്ടിയല്ലോ.
ഇനി ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ഈ മാപ്പിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു തരാം. ഇന്ത്യയുടെ വടക്ക് തെക്ക് ദൂരം 3214. നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് പശ്ചിമഘട്ടമുണ്ട്. നിങ്ങൾ ഈ പശ്ചിമഘട്ടത്തിൻ്റെ നീളമൊക്കെ എക്സാമിന് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടേ? കമ്പയർ ചെയ്ത് പഠിക്കുക. ഇന്ത്യയുടെ വടക്ക് തെക്ക് ദൂരം എത്രയാണെന്ന് നമ്മൾ പഠിച്ചു, അത് 3214. നമ്മുടെ പശ്ചിമഘട്ടവും കന്യാകുമാരി തൊട്ട് ഇന്ത്യയുടെ പകുതി ഗുജറാത്ത് വരെയുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ നീളം എത്രയായിരിക്കും? 3214 പകുതിയായിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ 1600 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ഹിമാലയവും പശ്ചിമഘട്ടവും പൂർവ്വമായിട്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഓർമ്മശക്തി കൂടും, മറക്കരുത്. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും നമുക്ക് കുറച്ച്, അതായത് ലാസ്റ്റ് 5 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തപ്പോൾ വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റിംഗാ, തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നേ ഉള്ളൂ. നോക്കിയേ, ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയാണ് അടിസ്ഥാനമാക്കിയാണ് എന്നാണ് ചോദ്യം. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? അതല്ലേ ഇന്ത്യയുടെ മാനക രേഖാംശം. ഇന്ത്യയുടെ സെൻറ്ററിലൂടെ കടന്നു പോകുന്നത്, ഇന്ത്യയുടെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഈ ലൈനിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യയുടെ സമയം നിർണ്ണയിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മാനക രേഖാംശം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. ഈ വർഷം ഡയറക്റ്റ് ചോദിച്ചു, അതേസമയം ഈ എക്സാമിന് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. കാരണം എന്താ? ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. നെക്സ്റ്റ്, ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണെന്നും ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഡിഗ്രി രേഖാംശം എത്ര ഡിഗ്രി മുന്നിലാണ്, എത്ര മണിക്കൂർ മുന്നിലാണ് എന്നാണ് ഈ ഒരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ISTയിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈനിൽ നിന്ന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മൾ ISTയെ കുറിച്ച് സിമ്പിളായിട്ട് നമ്മളൊന്ന് പഠിക്കാൻ പോവുകയാണ്. നോക്കിയേ, ഇതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം സോൺ. ഇത് പല ആൾക്കാരും തെറ്റിക്കുന്നതാണ്. ഇനി തെറ്റിക്കരുത്, തെറ്റിക്കാതിരിക്കാനാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതാണ് IST ലൈൻ. എന്താ ഇതിൻ്റെ പേര്? IST ലൈൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈൻ. സ്റ്റാൻഡേർഡ് ടൈം ലൈൻ, IST ലൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മലയാളത്തിൽ തീർച്ചയായും ഇന്ത്യൻ മാനക രേഖാംശം എന്നാണ് വിളിക്കുക. ഇന്ത്യൻ മാനക രേഖാംശം എന്നാണ് വിളിക്കുക. ഇത് എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 82.5 ഡിഗ്രി ആണ്. എന്ത് 82.5 ഡിഗ്രി? എന്ത് കിഴക്കോ പടിഞ്ഞാറോ എന്താ? ഞാൻ പറഞ്ഞു ഇന്ത്യയിലുള്ള എല്ലാ രേഖാംശങ്ങളും ഈസ്റ്റ് രേഖാംശ. കാരണം ഇന്ത്യ എവിടെയാ? ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, കിഴക്കൻ അർദ്ധഗോളത്തിലാണ്. അപ്പോൾ ഈ 82.5 ഡിഗ്രി കിഴക്ക് അഥവാ ഈസ്റ്റ് ആണ് ഈ രേഖാംശം. ഇനി ഈ രേഖാംശം 82.5 എന്നതിന് പകരം ചിലപ്പോൾ ഓപ്ഷനിൽ നിങ്ങൾക്ക് 82.5 ഡിഗ്രി കിഴക്ക് അഥവാ ഈസ്റ്റ് എന്ന് ഓപ്ഷൻ തരാം. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്, 82.5 തന്നെയാണ് 82.5 ഡിഗ്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇങ്ങനെയല്ല, വേറൊരു രീതിയിലും ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് തരാം. 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് അഥവാ ഈസ്റ്റ്. ഇങ്ങനെ ചോദിച്ചാലും IST തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുക. 82.5, 82.5 ഡിഗ്രി, 82 ഡിഗ്രി 30 മിനിറ്റ് എന്നീ രീതിയിലൊക്കെ നമുക്ക് IST ലൈനിൻ്റെ പേരുകൾ ഓപ്ഷനായിട്ട് കൊടുക്കാം. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പറഞ്ഞ അല്ലേ, ഈ പറഞ്ഞ ക്വസ്റ്റ്യനുകൾ. മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? കിഴക്കും പടിഞ്ഞാറൊക്കെ മാറ്റിയിട്ടൊക്കെ കൊടുക്കുക. 82.5, 82 ഡിഗ്രി 30 മിനിറ്റ് അങ്ങനെയൊക്കെ കൊടുക്കാം. ഓക്കെ, ഇനി IST ലൈൻ. ഓക്കെ, എത്ര ഡിഗ്രി ആണെന്ന് കണ്ടു, എന്താണ് ഇതിൻ്റെ പേര് എന്ന് കണ്ടു. ഇനി എത്ര മണിക്കൂർ വ്യത്യാസമാണ് നമുക്ക് ഗ്രീനിച്ച് രേഖയിൽ നിന്നുള്ളത്? ഗ്രീനിച്ച് രേഖയേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഇതെന്താണ് സാറ് പറയുന്നത് എന്ന് മനസ്സിലാവില്ല. അപ്പം ഞാൻ ഭൂമി ഇങ്ങോട്ട് വരക്കും, എന്നിട്ട് 0 ഡിഗ്രി രേഖാംശം കാണിക്കും. ഇതാണ് ഗ്രീനിച്ച് രേഖ എന്ന് ഞാൻ പറയും. ഈ ഗ്രീനിച്ച് രേഖയുടെ കിഴക്കും പടിഞ്ഞാറും, ഇതാണ് പടിഞ്ഞാറൻ അർദ്ധഗോളം, ഇതാണ് കിഴക്കൻ അർദ്ധഗോളം. ഇന്ത്യ എവിടെയാ?
ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ അർദ്ധഗോളത്തിലാണ്. എന്ന് വെച്ചാൽ ആദ്യം സൂര്യൻ ഉദിക്കുക എവിടെയാ? കിഴക്കായിരിക്കോ പടിഞ്ഞാറായിരിക്കോ? കിഴക്കായിരിക്കോ ആദ്യം സൂര്യൻ ഉദിക്കുക അല്ലേ? അപ്പോൾ ഇന്ത്യയിലായിരിക്കോ സൂര്യൻ ആദ്യം ഉദിക്കുക അതോ ഗ്രീനിച്ചിലായിരിക്കോ? ഇന്ത്യയിലായിരിക്കും അല്ലേ? അപ്പോൾ ഗ്രീനിച്ചിനേക്കാളും എത്രയോ മണിക്കൂർ മുന്നിലാണ് ഇന്ത്യയുടെ സമയം അല്ലേ? എന്ന് വെച്ചാൽ ഗ്രീനിച്ചിനേക്കാളും കുറച്ച് നേരത്തെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ. കാരണം ഇന്ത്യ കിഴക്കാണ് ഗ്രീനിച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എത്ര മണിക്കൂർ മുമ്പേ സൂര്യൻ ഉദിക്കും? 5.5 മണിക്കൂർ മുമ്പേ സൂര്യൻ ഉദിക്കും. അതുകൊണ്ടാണ് ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം എന്ന് പറയുന്നത്. അതാണ് +530 hours എന്ന് എഴുതുന്നത്. ഇപ്പം അമേരിക്കയൊക്കെ ആണെങ്കിൽ ഗ്രീനിച്ച് രേഖയേക്കാൾ പിന്നിലാണ്. എന്ന് വെച്ചാൽ പടിഞ്ഞാറാണ്, ലേറ്റ് ആവും സൂര്യൻ ഉദിക്കാൻ. എന്ന് വെച്ചാൽ അമേരിക്കയുടെ ടൈം നമ്മൾ -5 hours -6 hours എന്നൊക്കെയാണ് എഴുതുക. നമ്മൾ ഗ്രീനിച്ചിൻ്റെ കിഴക്കായതുകൊണ്ട് നമ്മൾ പ്ലസ് എന്നാണ് എഴുതുക. കിഴക്കൻ രാജ്യങ്ങളൊക്കെ പ്ലസ് എന്നാണ് എഴുതുക. ഇന്ത്യയുടെ 5.5 മണിക്കൂർ ഗ്രീനിച്ചിനേക്കാളും മുന്നിലാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുക. അതാണ് +530 hours. നമ്മൾ ഫോണിലൊക്കെ ടൈമൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ PSC ചോദിച്ച 3 ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്ന ഏത് രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്? നമുക്കറിയാലോ 82.5 ഡിഗ്രി കിഴക്കല്ലേ? 68 എന്നൊക്കെ കൊടുത്തത് നമ്മൾ ആദ്യം തന്നെ അങ്ങ് എലിമിനേറ്റ് ചെയ്യുന്നു. 82 ഡിഗ്രിയിൽ തന്നെ നോക്കിയ 2 ഓപ്ഷൻസുകളുണ്ട്. പറയൂ, കിഴക്കാണോ പടിഞ്ഞാറാണോ? പൂർവ്വമാണോ പശ്ചിമമാണോ? പൂർവ്വം എന്ന് വെച്ചാൽ കിഴക്ക്, പശ്ചിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറ് ജോഗ്രഫിയിൽ. അപ്പോൾ ഏതാണ്? തീർച്ചയായും യെസ്, പൂർവ്വ രേഖാംശം അഥവാ കിഴക്ക് രേഖാംശമാണല്ലേ ആൻസർ. അപ്പോൾ 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇനി അടുത്തത് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ. സെയിം ക്വസ്റ്റ്യൻ IST ലൈനിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ വീണ്ടും എടുക്കുന്നു. ആദ്യം എപ്പോഴും ഓപ്ഷൻ്റെ പിന്നെ റൈറ്റ് ആൻസറിൻ്റെ പിന്നാലെ പോകരുത്. റോങ് ആൻസർ ആദ്യം അങ്ങ് എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ആക്യുറസി നിങ്ങളുടെ കൂടും, തെറ്റായി മാർക്ക് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ കുറയും. ഓക്കെ, ഇവിടെയും പശ്ചിമവും പൂർവ്വം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി PSC ആൻസർ തന്നിട്ടുണ്ട്. എനിവേ നമ്മുടെ ആൻസർ B ആണ്. B ഫോർ ബോംബെ. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇനി ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയേ. ഇന്ത്യൻ മാനക സമയം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ സമയമേഖല ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണെന്ന് ഓൾറെഡി PSC തന്നിട്ടുണ്ട്. നമ്മൾ എത്ര മണിക്കൂർ മുന്നിലാണെന്ന് കണ്ടെത്തിയാൽ മതി. നമുക്കറിയാം 5.5 മണിക്കൂർ അഥവാ 5 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലാണ്. അപ്പം നമ്മളതും വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തന്നെ വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യവും കൂടിയുണ്ട്. അതുകൂടി അങ്ങ് പറഞ്ഞേക്കാം. ഞാൻ ഈ പറഞ്ഞ ലൈൻ ഒന്നുകൂടി വരയ്ക്കുവാണ്, ഒന്നുകൂടി കാണിച്ചു തരുവാണ്. ഇതാണ് നമ്മുടെ IST. ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ IST കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏത് എന്ന് വരാൻ സാധ്യതയുണ്ട്. പറഞ്ഞോ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ്? നിങ്ങൾ മാപ്പ് നോക്കി പറഞ്ഞേ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശ് 1. പിന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ പറഞ്ഞോളൂ? ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ? യെസ്, തീർച്ചയായും മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യയുടെ സംസ്ഥാനമായ മധ്യപ്രദേശ്. ഛത്തീസ്ഗഡ് അല്ലേ? ഛത്തീസ്ഗഡ് നമ്മുടെ ഛോട്ടാ നാഗ്പൂരിൻ്റെയൊക്കെ ഭാഗമായ ഛത്തീസ്ഗഡ് അല്ലേ? ജാർഖണ്ഡ് ഇല്ല, ഛത്തീസ്ഗഡ്. ഓക്കെ, IST കടന്നു പോകുന്നതാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും നമ്മുടെ ഒഡീഷ. പിന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശ്. അപ്പോൾ 5 സ്റ്റേറ്റ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ്? 1 UP, 2 MP മധ്യപ്രദേശ്, 3 ഛത്തീസ്ഗഡ് ആണ്, 4 ഒഡീഷയാണ്, 5 നമ്മുടെ ആന്ധ്രാപ്രദേശാണ്. ഇത് ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ സിമ്പിൾ ഒരു കോഡ് പറഞ്ഞുതരാം. UP in കോമ. എന്താ? UP in കോമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഡ് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് സമയത്തെക്കുറിച്ചാണല്ലോ ചോദിച്ചത്. UPയുടെ സമയമായി, UP കോമയിലായി ഇപ്പോൾ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം UP കിട്ടും. കോമയുടെ C ഫോർ ഛത്തീസ്ഗഡ്, O ഫോർ ഒഡീഷ, M ഫോർ മധ്യപ്രദേശ്,
ആൻഡ് എ ഫോർ ആന്ധ്രാപ്രദേശ്. അപ്പോൾ യു പി ഇൻ കോമ എന്ന് ഓർത്ത് വെച്ചാൽ മതി. IST ലൈൻ കടന്നു പോകുന്നത്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈൻ കടന്നു പോകുന്നത് ഓർക്കാൻ. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ? സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ. ഇനി ഇവിടുന്ന് തന്നെ മറ്റൊരു ചോദ്യവും കൂടി വരും. IST കടന്നു പോകുന്ന സിറ്റി. IST കടന്നു പോകുന്നത് ഒരു സിറ്റിയല്ല, 2 സിറ്റീസിലൂടെയാണ് കടന്നു പോകുന്നത്. IST കടന്നു പോകുന്ന ഒന്നാമത്തെ സിറ്റിയാണ് ഏതാണ്? മിർസാപൂർ. എന്താ പേര്? മിർസാപൂർ. ഇതൊരു കാരണവശാലും മറക്കരുത്, UP ഒരു സിറ്റിയാണ്. പിന്നെ നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഒരു സിറ്റിയായ കാക്കിനാഡയിലൂടെയും നമ്മുടെ IST ലൈന് കടന്നു പോകുന്നുണ്ട്. അപ്പം മിർസാപൂരിലൂടെയും കാക്കിനാഡയിലും കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. അതിൽ തന്നെ മിർസാപൂർ നമ്മുടെ ഇന്ത്യയുടെ ക്ലോക്ക് സിറ്റി അഥവാ ടൈം സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മിർസാപൂർ അഥവാ മിർസാപൂർ എന്നറിയപ്പെടുന്ന UP ടൈം സിറ്റി അഥവാ ക്ലോക്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. കാക്കിനാഡയിലൂടെ IST കടന്നു പോകുന്നുണ്ട്. എന്നാലും ടൈം സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മിർസാപൂരാണ് കുത്തേണ്ടത്. IST കടന്നു പോകുന്നത് മോസ്റ്റ്ലി PSC ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മിർസാപൂർ തന്നെയാണ് കുത്തേണ്ടത്. UP ഉത്തർപ്രദേശിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അത് അലഹബാദാണ്. മിർസാപൂരിന് അടുത്താണ് അലഹബാദ്. മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് വെച്ചാൽ 10 ലക്ഷം അഥവാ 1 മില്യണിന് മുകളിൽ ജനസംഖ്യയുള്ള നഗരമാണ് അലഹബാദ്. അപ്പോൾ ആ കാര്യവും വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബേസിക്സിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്വസ്റ്റ്യനും കൂടി വരും. ഏതാ ക്വസ്റ്റ്യൻ? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖാംശമാണോ അക്ഷാംശമാണോ? ഏതാണ്? അക്ഷാംശം. അക്ഷാംശമായ ഉത്തരായന രേഖയെക്കുറിച്ചും ക്വസ്റ്റ്യൻ വരും. ഉത്തരായന രേഖയെക്കുറിച്ചും ക്വസ്റ്റ്യൻ വരും. ഉത്തരായന രേഖയുടെ ആ ഒരു ഇംഗ്ലീഷ് നെയിം നിർബന്ധമായി അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ഡയറക്റ്റ്ലി ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് മംഗ്ലീഷിലൊക്കെ PSC ചോദിക്കാം. എനിവേ 23.5 ഡിഗ്രി വടക്ക് അഥവാ നോർത്താണ് നമ്മുടെ ഉത്തരായന രേഖ. ഉത്തരായന രേഖയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയാം. ശരിക്കും നമ്മുടെ ഇന്ത്യയെ നോർത്ത് സൗത്ത് എന്ന് വിഭജിക്കുന്ന അക്ഷാംശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരായന രേഖയാണ്. ഓക്കെ. പർവ്വതം ചോദിച്ചാലോ? അത് നമ്മുടെ ഇവിടെയുള്ള 2 പർവ്വതങ്ങളുണ്ട്, വിന്ധ്യയും സത്പുരയും, അതാണ്. നദി ചോദിച്ചാലോ? ഇതിൻ്റെ ഇടയിൽ നർമ്മദാ നദി ഒഴുകുന്നുണ്ട്. നർമ്മദയാണ് ഇന്ത്യയെ വടക്ക് തെക്ക് എന്ന് ഡിവൈഡ് ചെയ്യുന്ന നദി എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരായന രേഖ എത്രയാണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ഉത്തരായന രേഖ എത്ര ഡിഗ്രിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വടക്കും തെക്കുമായിട്ട് ഡിവൈഡ് ചെയ്തു എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇത് കടന്നു പോകുന്ന സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, അതുപോലെ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ഇവിടെ നമുക്ക് ത്രിപുരയുണ്ട്, പിന്നെ മിസോറാമുണ്ട്. ത്രിപുരയുടെ ആ പേര് കാണാനില്ല, ആ ഒരു ലൈൻ കാരണം. ഇവിടെ നമ്മുടെ ത്രിപുരയുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി 8 സംസ്ഥാനങ്ങളിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. ഈ 8 സംസ്ഥാനങ്ങൾ പഠിക്കാനും ഞാനൊരു കോഡ് പറഞ്ഞുതരാം. വളരെ സിമ്പിളായിട്ടുള്ള കോഡാണ്. MTയും MGRും കൂടിയിട്ട് JCB വാങ്ങി. MT MGRും കൂടിയിട്ട് JCB വാങ്ങി. മിസോറാമും ത്രിപുരയും MTയിൽ നിന്ന് കിട്ടി. മധ്യപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ MGRൽ നിന്ന് കിട്ടി. J ഫോർ ജാർഖണ്ഡ്, C ഫോർ ഛത്തീസ്ഗഡ്, B ഫോർ ബംഗാൾ. അപ്പോൾ അതും നമുക്ക് എളുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു കാരണവശാലും മറക്കരുത്. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. സോ ഇതും എക്സാമിന് ചോദിക്കും, വിട്ടുപോകരുത്. ശരിക്കും ഉത്തരായന രേഖ ഇന്ത്യയെ വടക്ക് തെക്കുന്ന് ഡിവൈഡ് ചെയ്യുന്നത് മാത്രമല്ല, ബേസിക്കലി ഇന്ത്യയുടെ ഉഷ്ണമേഖലയെയും അതുപോലെ ഉപോഷ്ണമേഖലയെയും ഡിവൈഡ് ചെയ്യുന്നതും ഉഷ്ണമേഖലയെയും ഡിവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഉത്തരായന രേഖ തന്നെയാണ്. ശരിക്കും ഇന്ത്യയുടെ ഉത്തരായന രേഖയുടെ തെക്ക് ഭാഗമാണ് ഉഷ്ണമേഖല, വടക്ക് ഭാഗം ഉപോഷ്ണ മേഖലയാണ്. ഓക്കെ. സോ സെറ്റല്ലേ? അപ്പോൾ ആ കാര്യവും പഠിച്ചു. അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ആർട്ടിക്കും അന്റാർട്ടിക്കും ഒന്നും എന്തായാലും ഇല്ല. ദക്ഷിണാർദ്ധഗോളത്തിലല്ലാത്തതുകൊണ്ട് ദക്ഷിണായന രേഖയും ഇല്ല. ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ കിട്ടി. ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്താണ് ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റല്ലേ? ഈ കാര്യവും മറക്കരുത്. ഇനി തീർച്ചയായും ഇത് കടന്നു പോകുന്ന സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ഇത് കടന്നു പോകുന്ന സിറ്റി എന്ന് പറയുന്നത് അഹമ്മദാബാദ്
ഇത് പക്ക ഏതിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദയ്പൂരാണ്. ഉദയ്പൂർ എന്ന് പറയുന്നത് ത്രിപുരയിലുള്ള ഒരു സിറ്റിയാണ്. രാജസ്ഥാനിലെ ഉദയ്പൂരല്ലേ, ത്രിപുരയിലുള്ള മറ്റൊരു ഉദയ്പൂരാണ്. ഇതിനോട് ഏറ്റവും അടുത്തുള്ള മെട്രോപൊളിറ്റൻ സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് നിങ്ങൾ അഹമ്മദാബാദ് എഴുതേണ്ടത്. അഹമ്മദാബാദ് എവിടെയാ? അഹമ്മദാബാദ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരായന രേഖയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനിയും ബേസിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്താണ് ഇന്ത്യ? തീർച്ചയായും നമുക്കറിയാം വടക്ക് ഭാഗത്ത് ഇത് ഇവിടെ മൊത്തത്തിൽ ഏഷ്യയാണ്. ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ തെക്കാണെന്ന് എല്ലാവർക്കും എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസിലേക്കൊന്നും പോകുന്നില്ല. അടുത്തത്, പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമേത്? നിങ്ങൾക്ക് മാപ്പിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. തീർച്ചയായും പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്നത് ഗുജറാത്തും രാജസ്ഥാനും പഞ്ചാബും ആണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ചൈനയായിട്ട് അതിർത്തി പങ്കിടുന്നത് ഹിമാചലും ഉത്തരാഖണ്ഡും സിക്കിമും അരുണാചലും ഒക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള രാജ്യങ്ങളും നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഇതൊന്നും നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മാപ്പ് ഡെയിലി നോക്കിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? തീർച്ചയായും പാകിസ്ഥാനാണ്. ഈവൻ പാകിസ്ഥാനിലും പഞ്ചാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ അതിർത്തിയുടെ അപ്പുറം പാകിസ്ഥാൻ്റെ പഞ്ചാബാണ്. സോ മറന്നു പോരുത്, ഈ കാര്യവും മറക്കരുത്. ഇനി ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ ഏതാണ്? ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ചൈനയായിട്ട് നമുക്ക് കരാതിർത്തിയുണ്ട്. നേപ്പാളും പാകിസ്ഥാനും ഭൂട്ടാനുമായിട്ട് കരാതിർത്തിയുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി തീർച്ചയായും ലോകത്തിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടി ഈ ഒരു അതിർത്തിയുടെ നേപ്പാൾ ചൈനീസ് അതിർത്തിയിലായിട്ട് കാണാൻ പറ്റും. മൗണ്ട് എവറസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. 8.48 മീറ്ററാണ് ഇവൻ്റെ ഉയരം. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇനി അതിർത്തിയിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏറ്റവും നീളം കൂടിയ അതിർത്തി ഏത് രാജ്യമായിട്ടാണ്? ഏറ്റവും നീളം കുറഞ്ഞ അതിർത്തി ഏത് രാജ്യമായിട്ടാണ്? തുടങ്ങിയ കാര്യങ്ങൾ ഇത് നിർബന്ധമായി അറിഞ്ഞിരിക്കുക. നമുക്ക് ഏത് രാജ്യമായിട്ടാണ് ഏറ്റവും നീളം കൂടിയ അതിർത്തി ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പിൽ നോക്കുക. ബംഗ്ലാദേശുമായിട്ടാണ് നമുക്ക് ഏറ്റവും നീളം കൂടിയ അതിർത്തി ഉള്ളത്. എത്ര കിലോമീറ്ററാണ് ഈ അതിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 4096 കിലോമീറ്ററാണ് അതിർത്തി. അപ്പോൾ ഏറ്റവും കൂടുതൽ നീളം കൂടിയ ഒരു അന്താരാഷ്ട്ര അതിർത്തി പങ്കെടുക്കുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശാണ്. അതുപോലെ ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 106 കിലോമീറ്റർ മാത്രം നീളമുള്ള അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ ഇത് രണ്ടും മറന്നു പോകരുത്, നീളം കൂടുതലും കുറവും. പക്ഷെ നമ്മളോട് ചോദിച്ചത് അതല്ല, സംസ്ഥാനങ്ങൾ. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം ഏത്? അതുപോലെ ഏറ്റവും നീളം കുറഞ്ഞ അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം ഏത്? രണ്ടും നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ നീളം കൂടിയ അതിർത്തി ഉള്ളത് ആർക്കാണെന്ന് വെച്ചാൽ നോക്കിയേ, ഇതാണ് വെസ്റ്റ് ബംഗാളിൻ്റെ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വെസ്റ്റ് ബംഗാളിന് ബംഗ്ലാദേശുമായിട്ട് മാത്രമല്ല അതിർത്തി, ഇവിടെ ഭൂട്ടാനുമായിട്ടും അതിർത്തിയുണ്ട്. മാത്രമല്ല ഇവിടെ നേപ്പാളുമായിട്ട് അതിർത്തിയുണ്ട്. അങ്ങനെ വളരെ നീളം കൂടിയ അതിർത്തിയാണ്. ഏകദേശം ഒരു 2509 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു അതിർത്തി വെസ്റ്റ് ബംഗാളിന് 3 രാജ്യങ്ങളുമായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ബോർഡർ ഉള്ളത് പശ്ചിമ ബംഗാളിലാണ്. ഇത് അധിക പേർക്കും അറിയില്ല, എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അതേസമയം ഏറ്റവും കുറവ് അതിർത്തിയുള്ളത് നാഗാലാൻഡിനാണ്. നാഗാലാൻഡിന് വെറും 215 കിലോമീറ്റർ മാത്രമേ മ്യാൻമാറുമായിട്ട് അതിർത്തിയുള്ളൂ. ഏറ്റവും കുറവ് അന്താരാഷ്ട്ര അതിർത്തിയുള്ള സംസ്ഥാനം. അപ്പം ഞാൻ ഇവിടെ തന്നെ എഴുതി വെക്കുന്നുണ്ട്, കുറവ് എന്ന് പറയുന്നത് നാഗാലാൻഡിനാണ്. സംസ്ഥാനം ചോദിച്ചാലേ ഏറ്റവും കുറവ് രാജ്യാന്തര അതിർത്തി ഏത് രാജ്യമായിട്ടാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്റർ. ഇത് ഇന്ത്യൻ സംസ്ഥാനം വിത്ത് ബോർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ കരാതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്.
ഇതും നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഭൂവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. എന്താണെന്നറിയില്ല, PSCയുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാന് വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല. ഓക്കെ, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താ? നിങ്ങൾ ആലോചിക്കണം, ലാസ്റ്റ് 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാ? വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റം വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ പീഠഭൂമി അല്ലെങ്കിൽ ഭൂപ്രദേശം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാ? ഇങ്ങനെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? നോക്കിയേ ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും എല്ലാം ഡെക്കാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ഡെക്കാൻ നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഡെക്കാൻ ഞാൻ എന്താണെന്ന് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരും. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമായിട്ട് വരും. ഛോട്ടാ നാഗ്പൂർ എടുക്കല്ലേ, ഇതാണ് ഡെക്കാൻ പീഠഭൂമി. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഈ ഒരു എൻറ്റയർ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതിൻ്റെ തെക്ക് ഭാഗത്തുള്ളത് കൊണ്ടാണ് ഇവന് ഡെക്കാൻ എന്നുള്ള പേര് വന്നത്. അപ്പം നിങ്ങൾ ചോദിക്കുക, അതെന്താ ഡെക്കാനും തെക്കുമായിട്ട് എന്താ ബന്ധം? തെക്കിനെ നമ്മൾ എന്താ പറയുക? ദക്ഷിണം എന്നല്ലേ? ദക്ഷിണം എന്ന വാക്കിൽ നിന്നാണ് ഡെക്കാൻ എന്നുള്ള വാക്ക് ഉണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി. ഒരു കാര്യം ആദ്യമേ മനസ്സിലായി മാപ്പിൽ നിന്ന്, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താ? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതിയാണല്ലേ? ത്രികോണാകൃതിയാണ്. അപ്പോൾ ആ പോയിന്റ് നമുക്ക് കിട്ടി. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറും അതുപോലെ കിഴക്കും ആരൊക്കെയാണ് കാണുന്നത്? ഒരു വശത്ത് തീർച്ചയായും നമ്മുടെ പശ്ചിമഘട്ടാണ് കാണുന്നത്. ഇതാരാ? നമ്മുടെ പശ്ചിമഘട്ടാണ്. മറുവശത്ത് നിങ്ങൾക്ക് തീർച്ചയായും ആരെ കാണാം? പൂർവ്വഘട്ടത്തെ കാണാൻ പറ്റും. ആരെ കാണാൻ പറ്റുന്നേ? പൂർവ്വഘട്ടത്തെ കാണാൻ പറ്റും. അപ്പോൾ പൂർവ്വഘട്ടത്തിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ഡെക്കാൻ പീഠഭൂമി. ഒരു കാര്യം എക്സ്ട്രാ ഞാൻ പറഞ്ഞോട്ടെ, ശരിക്കും നമ്മുടെ പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും മലനിരകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ക മലനിരകളല്ല. ശരിക്കും പശ്ചിമഘട്ടം എന്ന് പറയുന്നതും പൂർവ്വഘട്ടം എന്ന് പറയുന്നതും ഡെക്കാൻ പീഠഭൂമിയുടെ 2 ചെരിവുകളാണ്. ചെരിവുകൾ അല്ലെങ്കിൽ വേറൊരു വേർഡ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇത് എക്സാമിന് ചോദിച്ച വേർഡാണ് ലാസ്റ്റ് 5 ഇയേഴ്സിനിടയിൽ. എസ്കാർപ്മെൻറ്റ്. എന്താ? എസ്കാർപ്മെൻറ്റ്. ഡെക്കാൻ പീഠഭൂമിയുടെ ചെരിവിനെയാണ് നമ്മൾ എസ്കാർപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രത്യേക ഭൂരൂപം ആയതുകൊണ്ടാണ് ഇതിനെ എസ്കാർപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. എഡ്ജ്, അതിര് എന്നൊക്കെ ഇതിന് അർത്ഥമുണ്ട്. കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഡെക്കാൻ പീഠഭൂമിയുടെ അതും പഠിച്ചു. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ, നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണോ? അല്ല, അത് ടിബറ്റൻ പീഠഭൂമിയാ. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി, ടിബറ്റൻ പീഠഭൂമി. നമുക്കത് വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് ഡെക്കാൻ. ഇതൊരു കാരണവശാലും മറക്കരുത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി. അതായത് ലാവ ഒഴുകിയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ ഒരു പോയിന്റ് കൂടി നമുക്ക് കിട്ടി. ഡെക്കാൻ പീഠഭൂമി എന്ത് പീഠഭൂമിയാ? ഒരു ലാവാ പീഠഭൂമിയാ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ലാവ എപ്പോഴാണ് ഒഴുകിയ സാറേ? ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലാണ് ഒഴുകിയത്. നിർബന്ധമായി അറിഞ്ഞിരിക്കുക. ഇത് അതുപോലെ മംഗ്ലീഷ് ചോദിക്കും, ക്രെട്ടേഷ്യസ് എന്ന് എഴുതിയിട്ട്. നമ്മുടെ ഡെക്കാൻ പീഠഭൂമി ഉണ്ടായത് ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലാണ്. അപ്പോൾ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒക്കെ ഉണ്ടായത് എപ്പോഴായിരിക്കും? ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലാണെന്ന് പഠിച്ചാൽ മതി. 145 തൊട്ട് ഒരു 65 മില്യൺ വർഷങ്ങൾ, ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ക്രെട്ടേഷ്യസ് കാലഘട്ടം എന്ന് പറയുന്നത്. മറക്കരുത്. ഓക്കെ, യെസ്. അപ്പോൾ ക്രെട്ടേഷ്യസ് കാലഘട്ടത്തിലാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി ഉണ്ടായത്. ഇതും ഒരു കാരണവശാലും മറക്കരുത്. പിന്നെ തീർച്ചയായും നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. തീർച്ചയായും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയാണല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഒരു സംശയവും വേണ്ട, അത് ഡെക്കാൻ തന്നെയായിരിക്കും. മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്ത് പോവാം. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? കിട്ടിയല്ലോ, സിമ്പിൾ ത്രികോണാകൃതിയാണ്. ഡയറക്റ്റ് കിട്ടി, എലിമിനേഷൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ.
ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര എന്താണ്? കിഴക്കിനെ നമ്മൾ എന്താ പറയുക ജോഗ്രഫിയിൽ? പൂർവം. അപ്പൊ എന്തായിരിക്കും, ആരായിരിക്കും? പൂർവഘട്ടം. പടിഞ്ഞാറുള്ളത് ആരാ? പശ്ചിമം. പടിഞ്ഞാറ് മീൻസ് പശ്ചിമം, പശ്ചിമഘട്ടമായിരിക്കും. ഓക്കെ. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂപ്രദേശം, അതാണ് മക്കളെ ഡെക്കാൻ പീഠഭൂമി അല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് മാപ്പിൽ ഒന്ന് നോക്കിയാലോ. ഇതാണ് ഡെക്കാൻ. ഇവിടെയാണ് നമ്മുടെ വിന്ധ്യ സത്പുര. വിന്ധ്യ സത്പുര ഇവിടെയുണ്ട്. അപ്പോൾ വിന്ധ്യ സത്പുരയാണ് വടക്ക് വശത്തെ ഇതിൻ്റെ അതിര് എന്ന് പറയുന്നത്. അതും ഞാനങ്ങ് എഴുതിയേക്കാം. ഇനി അഥവാ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മിസ്സായി പോണ്ട. അപ്പോൾ അങ്ങ് തെക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന ഡെക്കാൻ പീഠഭൂമിയാണ് കിട്ടി. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഡെക്കാൻ പീഠഭൂമി എന്ന് വെച്ചാൽ ആരൊക്കെ വരും? ഡെക്കാൻ പീഠഭൂമി വരും. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഇതിൻ്റെ 2 എസ്കാർപ്മെൻ്റ് അതിരാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ദക്ഷിണേന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമി, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ എല്ലാം എടുക്കുക, ഏറ്റവും ഉയരം ചെന്ന എന്താണ്? തീർച്ചയായും നമുക്കറിയാം അത് ആനമുടിയാണ്. കാരണം ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും ഉള്ള അതിരാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും. അപ്പം ഈ പറഞ്ഞ മലനിരകളിലെ കൊടുമുടി ഏതാണ്? ഏറ്റവും ഉയരം ചെന്ന ഭാഗം ഏതാണെന്ന് നോക്കിയാൽ പോരെ. അപ്പം ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം കൊടുമുടി എന്നൊക്കെ പറയുന്നത് ആനമുടിയാണ്. ഈ ദൊഡ്ഡബെട്ട എന്നൊക്കെ പറയുന്നത് നീലഗിരിയിലെ ഏറ്റവും ഉയരം ചെന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാലാണ് എഴുതേണ്ടത്. നീലഗിരി, അതായത് നീലഗിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടിൻ്റെ വടക്ക് ഭാഗത്തുള്ള പശ്ചിമഘട്ടം, പാലക്കാട് ചുരത്തിൻ്റെ വടക്ക് ഭാഗത്തെയാണ് നമ്മൾ നീലഗിരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം ചെന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൊഡ്ഡബെട്ടയാണ്. ദൊഡ്ഡബെട്ട ഊട്ടിയിലാണ്, തമിഴ്നാട്ടിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നുള്ള എല്ലാ ചോദ്യവും നമ്മൾ ചെയ്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു ഏരിയ വൈസ് ആയിട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി നമുക്ക് കിട്ടി, ഡെക്കാൻ പീഠഭൂമി. സെറ്റല്ലേ? വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ അതും കിട്ടി. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം, നമ്മുടെ ഡെക്കാനൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു എൻ്റയർ ഭാഗത്തെ ഞാൻ ഒരു ബ്ലൂ കളറിൽ വരച്ച് കാണിച്ചു തന്നു. എന്താണ്? നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. എടാ, ഇവിടുന്ന് ഒരു 3 ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. അതോടുകൂടി ആ ഡൗട്ടുകളൊക്കെ അങ്ങോട്ട് മാറിയേക്കണം. ഓക്കെ. 3 ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലുത് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്ന് ചോദിച്ചാലും, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാലും, ഇന്ത്യയിലെ ഏറ്റവും സ്ഥായിയായ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ താഴെ എഴുതുന്നുണ്ട് സ്റ്റേബിളായ, മോസ്റ്റ് സ്റ്റേബിളായ. എന്ത് ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും വലിയത്, ഏറ്റവും പഴക്കമുള്ളത്, ഏറ്റവും സ്ഥായിയായ ഭൂവിഭാഗം, എന്ത് ചോദിച്ചാലും ആൻസർ ഉപദ്വീപീയ പീഠഭൂമി തന്നെ. എന്ത് ചോദിച്ചാലും ആൻസർ എന്താ? ഉപദ്വീപീയ പീഠഭൂമി തന്നെ. ഉപദ്വീപീയ പീഠഭൂമിയാണ് ഏറ്റവും വലുത്. തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ മാപ്പിൽ തന്നെ കാണിച്ചു തരാം. വളരെ വലിയൊരു പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. മാപ്പിൽ നോക്കുക. മാപ്പിലായിരിക്കും ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. നോക്കിയേ, ഇത്രയും വലിയൊരു പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയുടെ പകുതി ഓളം വരും അല്ലേ? പകുതി തന്നെയാ ഏറ്റവും വലുത് എന്നല്ലേ? 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി. മറക്കരുത്. ഇന്ത്യ ടോട്ടൽ എത്രയാ? 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അതിൻ്റെ പകുതി 15 ലക്ഷം അല്ല, പകുതിയോളം വരുന്നുണ്ട്. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതിൻ്റെ തെക്കാണ് ഡെക്കാൻ. അതാണ് തെക്ക്, ദക്ഷിണം എന്ന വാക്കിൽ നിന്ന് ഡെക്കാൻ എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ്സായി പോരുത്. ഓക്കെ. ഏറ്റവും പഴക്കം ചെന്നത് ഇത് തന്നെയാണ് കേട്ടോ. ബാക്കിയെല്ലാം പ്രായം കുറവാണ്. ഇപ്പം ഹിമാലയാസ്, ഉത്തര പർവ്വത മേഖല, ഹിമാലയ പ്രായം കുറഞ്ഞ പർവ്വത മേഖലയാണ്. ഉത്തര മഹാസമതല ഇപ്പോഴും രൂപം കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ നദികളൊക്കെ എന്താണ്, പുതുതായിട്ട് നിക്ഷേപം
നിക്ഷേപിച്ചുകൊണ്ട് രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമതലമാണ് നമ്മുടെ ഉത്തര മഹാസമതലം. ഇന്നും വലിപ്പം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി തീരസമതലവും ഇതൊക്കെ ഇപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുകയാണ്, വളരെ യങ് ആണ്. അതേസമയം ഉപദ്വീപീയ പീഠഭൂമി വർഷങ്ങളോളം പഴക്കമുണ്ട്, ഒരു മാറ്റവും ഇല്ല. അതാണ് സ്റ്റേബിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കാര്യവും വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്യാം. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് കാലാവസ്ഥയിൽ നിന്ന്, ഇന്ത്യൻ കാലാവസ്ഥയിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസുകൾ വരും എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഏതൊക്കെ ഏരിയാസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതെ, ഉത്തരേന്ത്യൻ മഹാസമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. അതായത് ഉത്തരേന്ത്യൻ മഹാസമതലത്തിലാണ് ലൊക്കേഷൻ നൽകിയിട്ടുണ്ട് അല്ലേ. ഇനി മെയ് ജൂൺ മാസങ്ങളിലാണ് എന്ന് വെച്ചാൽ മെയ് മാസം എന്നൊക്കെ പറയുമ്പോൾ സമ്മർ സീസൺ ആണല്ലേ, വേനൽക്കാലമാണ്. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് ക്രക്സ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ അവിടെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത്, ജസ്റ്റ് മേളിലൊക്കെ എഴുതി വെക്കുന്നത് ചില ഇൻവിജിലേറ്റർ വിടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിലാണ്, ഉത്തരേന്ത്യയിലാണ്. 2 വേനൽക്കാലത്താണ്. മെയ് ജൂൺ എന്നൊക്കെ പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ എഴുതുക വേനൽക്കാലമാണ്. ജൂൺ പകുതിയൊക്കെ കഴിയും അവിടെ മഴ, നമ്മുടെ മൺസൂൺ എത്താൻ. വേനൽക്കാലം തന്നെയാണ്. ഓക്കെ, ജൂൺ പകുതി വരെ. സോ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്, ഡ്രൈ ആയിട്ടുള്ള ഹോട്ട് വിൻഡാണ് ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ കീവേഡ്സുകൾ നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കീവേഡ്സും ഓപ്ഷൻസുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസുകൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആരെ എലിമിനേറ്റ് ചെയ്യും? മാംഗോ ഷവർ എലിമിനേറ്റ് ചെയ്യും. കാരണം മാംഗോ ഷവർ, മാമ്പഴക്കാറ്റ് കേരളത്തിലാണ് അല്ലേ. കേരളത്തിൽ ഉഷ്ണകാലത്ത് വീശുന്ന കാറ്റാണ് മാമ്പഴക്കാറ്റ്. ഇനി അതുപോലെ ചിനൂക്ക് ഞാൻ എലിമിനേറ്റ് ചെയ്യും. കാരണം ചിനൂക്ക് ഇന്ത്യയിലേ അല്ല. ചിനൂക്ക് എവിടെയാ? ചിനൂക്ക് അമേരിക്കയിൽ, നോർത്ത് അമേരിക്കയിൽ, വടക്കേ അമേരിക്കയിലുള്ള ഒരു കാറ്റാണ്. ഓക്കെ, ഇനി കൽബൈശാഖിയും ഞാൻ അതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണെന്നുള്ള ഒരു രീതിയിൽ വരും. കാരണം ലൂവും നോർത്ത് ഇന്ത്യയിലാണ്, കൽബൈശാഖിയും നോർത്ത് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല, ബംഗാളിലും ആസാമിലും, ബംഗാളിൻ്റെ ഭാഗത്താണ് വീശുന്നത്. അപ്പോൾ മെയ് ജൂൺ മാസത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്, വരണ്ട ഉഷ്ണക്കാറ്റാണ്. അപ്പം മഴയൊന്നും പെയ്യിക്കുന്നില്ല. സോ കൽബൈശാഖിയും ഞാൻ അങ്ങനെ എലിമിനേറ്റ് ചെയ്യും. ശരിക്കും നമ്മുടെ ഉത്തരേന്ത്യൻ സമതലം എന്നിൽ നിന്ന് തന്നെ നമുക്ക് ഈ 3 ഓപ്ഷൻസുകൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വരണ്ട ഉഷ്ണക്കാറ്റ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കൽബൈശാഖിയും എലിമിനേറ്റ് ചെയ്യാം. ഇനി അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് ഡയറക്റ്റ് നമുക്ക് എത്താൻ പറ്റി അല്ലേ. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. ലൂ ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ലൂ അല്ലേ, ലൂ ആണ് ആൻസറായിട്ട് വരുന്നത്. സെറ്റല്ലേ, പിടികിട്ടിയല്ലോ. അപ്പോൾ ലൂ ആണ് ആൻസർ വരുന്നത്. ലൂ ആണ് നമ്മുടെ ഉത്തരേന്ത്യയിലെ വേനൽക്കാലത്തെ വരണ്ട ഉഷ്ണക്കാറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാം. ലൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ ലൊക്കേഷൻ ഏത് പ്രാദേശികവാദങ്ങൾ എന്ന് വെച്ചാൽ ലോക്കൽ വിൻസ്, ഇതൊക്കെ പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ് ആണ്. ഏത് ലോക്കൽ വിൻസ് നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ: 1 സ്ഥലം, അതെവിടെയാണ് വീശുന്നത്. 2 അത് ഹോട്ട് വിൻഡാണോ കോൾഡ് വിൻഡാണോ എന്ന് വെച്ചാൽ ഉഷ്ണക്കാറ്റാണോ അതുപോലെ ശീതക്കാറ്റാണോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ പോയിന്റ്, ഏത് സീസണിലാണ് ഇത് വീശുന്നത്. വേനൽക്കാലത്താണോ, ശൈത്യകാലത്താണോ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമയത്താണോ എന്ന് നമ്മൾ നിർബന്ധമായും നോക്കിയിരിക്കാം. ഓക്കെ, ഇനി 4ാമത്തെ പോയിന്റ്, ഗുഡാണോ ബാഡാണോ. ഒരു കാറ്റ് ഹാംഫുൾ ആയിട്ടുള്ള വിൻഡാണോ. ഇപ്പം ലൂ എന്ന് പറയുന്നത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള വിൻഡാണ് അല്ലേ. ഒരുപാട് പേരുടെ സൂര്യാഘാതം മൂലമുള്ള മരണങ്ങൾക്കൊക്കെ ഇടയാക്കുന്ന വിൻഡാണ് ലൂ എന്ന് പറയുന്നത്. അപ്പോൾ 4 പോയിന്റ്സ് നോക്കുക. ഫസ്റ്റ് ലൊക്കേഷൻ, ഞാനിത് എക്സാമ്പിൾ എഴുതാം. ലൂ ലൊക്കേഷൻ എവിടെയാ? ഉത്തരമഹാസമതലം നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് തുടങ്ങി അങ്ങ് ബീഹാർ വരെ വീശുന്ന കാറ്റാണ് നമ്മുടെ ലൂ. ഇനി 2 എന്താ ഞാൻ പറഞ്ഞേ? ഗുഡാണോ അല്ല, വേറെ എന്താ, ഹോട്ട് വിൻഡാണോ കോൾഡ് വിൻഡാണോ എന്നല്ലേ. എന്ന് വെച്ചാൽ ഉഷ്ണക്കാറ്റാണോ ശീതക്കാറ്റാണോ. ഇതൊരു ഉഷ്ണക്കാറ്റാണല്ലേ. ഉഷ്ണക്കാറ്റ് മാത്രമല്ല, വരണ്ട ഉഷ്ണക്കാറ്റാണ്. അപ്പോൾ വരണ്ട കാറ്റ് കൂടിയാണ്, അഥവാ ഉഷ്ണക്കാറ്റ് വരണ്ട കാറ്റാണ് ഇത്. സെറ്റല്ലേ. ഇനി അടുത്ത പോയിന്റ്, നെക്സ്റ്റ് എന്താ? ഗുഡാണോ അല്ല, സീസൺ ഏതാ? ലൂ വീശുന്ന സീസൺ ഏതാ? സമ്മർ സീസൺ എന്ന് വെച്ചാൽ ഉഷ്ണകാലത്താണ് വീശുന്നത്.
ആക്ച്വലി 4ാമത്തെ പോയിന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങൾ 2ഉം 3ഉം പോയിന്റ്സുകൾ നോക്കിയേ. ഉഷ്ണകാലത്ത് വീശുന്ന, നിങ്ങൾ നോക്കിയേ, ഉഷ്ണകാലത്ത് വീശുന്ന ഉഷ്ണക്കാറ്റ് എന്ന് വെച്ചാൽ എരിതീയിൽ എണ്ണ ഒഴിക്കുക, ചൂട് വീണ്ടും കൂട്ടുക. അപ്പം സ്വാഭാവികമായിട്ടും ലൂ എന്തായിരിക്കും? ഒരു ഹാംഫുൾ ആയിട്ടുള്ള വിൻഡാണ്. എന്ന് വെച്ചാൽ സൂര്യാഘാതം ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപനില കൂടുന്നതിനെ വിളിക്കുന്ന പേരാണ്. താപനില പെട്ടെന്ന് ഒരു സ്ഥലത്ത് ക്രമാതീതമായി കൂടുന്നതിനെയാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. ആൾക്കാർ ഡീഹൈഡ്രേഷൻ മൂലം, നിർജ്ജലീകരണം മൂലം മരിക്കുകയൊക്കെ ചെയ്യും. അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്, ഓർഗൻസ് ഫെയിലർ ആയിട്ട്. അപ്പോൾ ലൂവിൻ്റെ പ്രത്യേകതയൊക്കെ മനസ്സിലായില്ലേ? ലൂവിനെ കുറിച്ച് പഠിച്ചില്ലേ? ഇനി ഞാനിവിടെ തന്നെ മാംഗോ ഷവർ വാങ്ങി എഴുതുന്നുണ്ട്. എന്താ? മാംഗോ ഷവർ. മാംഗോ ഷവറിനെ നമ്മൾ മലയാളത്തിൽ മാമ്പഴക്കാറ്റ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മാമ്പഴക്കാറ്റ്. മാമ്പഴക്കാറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതുന്നുണ്ട്. ആദ്യം നമ്മൾ എന്താ എഴുതണ്ടേ? പറ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ എഴുതണ്ടേ? ലൊക്കേഷൻ അല്ലേ? ലൊക്കേഷൻ ഞാൻ എഴുതുവാണ്. കേരളത്തിലല്ലേ? ഓക്കെ, കേരള. ഇനി എന്താ എഴുതണ്ടേ? ഉഷ്ണക്കാറ്റാണോ, വരണ്ട കാറ്റാണോ, ശീതക്കാറ്റാണോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. എല്ലാ കാറ്റുകളിലും ഈ ഉഷ്ണക്കാറ്റാണോ ശീതക്കാറ്റാണോ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ചില കാറ്റുകൾ പ്രത്യേകം നമ്മൾ പഠിക്കണം, ചില കാറ്റുകളിൽ ഇത് ഉഷ്ണക്കാറ്റാണോ ശീതക്കാറ്റാണോ എന്ന് പഠിക്കേണ്ട. ഫോർ എക്സാമ്പിൾ മാംഗോ ഷവറിൽ നിങ്ങൾ അത് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ഉഷ്ണക്കാറ്റോ ഒരുപാട് ചൂടുള്ള കാറ്റോ ഒരുപാട് തണുത്ത കാറ്റോ അല്ല, വാമായിട്ടുള്ള ഒരു നോർമൽ വിൻഡാണ്. ഓക്കെ, ഇത് മഴ കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഏത് സമയം? ഉഷ്ണകാലത്താണോ? ഏത് കാല? മാമ്പഴക്കാറ്റ്, മാങ്ങയൊക്കെ പഴുക്കാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 2ാമത്തെ പോയിന്റ് എഴുതി, ഉഷ്ണകാലത്ത്. അപ്പോൾ കേരളത്തിൽ ഉഷ്ണകാലത്ത്. ഇനി എന്താ? ഗുഡാണോ ബാഡാണോ? ഗുഡാണ്. കാരണം എന്താ? മാങ്ങ പഴുക്കാനൊക്കെ, മാമ്പഴം പഴുക്കാനൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ട്. മാമ്പഴം പഴുക്കാനൊക്കെ. അതുകൊണ്ടാണ് ഇതിന് മാംഗോ ഷവർ എന്നുള്ള പേര് വന്നത്. ഓക്കെ, അപ്പോൾ വേനൽ മഴയാണ്. എന്താണ്? വേനൽ മഴയാണ്. വേനൽ മഴ തരുന്നത് ഇവനാണ്. അങ്ങനെയാണ് ഈ ടെമ്പറേച്ചറൊക്കെ, താപനില എന്ത് ചെയ്യുന്നു? നിയന്ത്രിക്കുന്നു. അതായത് ഈ ഉഷ്ണകാലത്തെ ചൂടുള്ള ഒരു താപനില അല്പം നിയന്ത്രിക്കാനൊക്കെ ആർക്ക് പറ്റുന്നുണ്ട്? മാംഗോ ഷവറിന് പറ്റുന്നുണ്ട്. അപ്പം ലൂവും പഠിച്ചു, മാംഗോ ഷവറും നമ്മൾ സിമ്പിളായിട്ട് പഠിച്ചു. സെറ്റല്ലേ? ഓക്കെ, ഇനി ആരാ ഉള്ളത്? കൽബൈശാഖി. അപ്പം ഞാൻ കൽബൈശാഖിയെക്കുറിച്ചും ഞാനിത് ഇവിടെ എഴുതാം. കൽബൈശാഖി. ആദ്യം തന്നെ കൽബൈശാഖിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരുവേ. കൽബൈശാഖിയെക്കുറിച്ച് കട്ടയ്ക്ക് പഠിച്ചോണം. ആദ്യം നമ്മൾ എന്താ എഴുതണ്ടേ? എവിടെയാ വീശുന്നതെന്നല്ലേ? യെസ്. അപ്പോൾ ലൊക്കേഷൻ ഞാൻ എഴുതുവാണ് ബംഗാളിൽ മാത്രമല്ല, ഇത് നമുക്ക് അസം വരെ, അതായത് ബംഗാൾ എന്ന് പറയുമ്പോൾ വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശിലും ഒക്കെ വീശി അങ്ങ് ആസാം വരെ വീശുന്നുണ്ട്. അപ്പോൾ ബംഗാൾ തൊട്ട് അങ്ങ് ആസാം വരെ. ബംഗാൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ വെസ്റ്റ് ബംഗാളും അപ്പുറമുള്ള രാജ്യമായ ബംഗ്ലാദേശും തൊട്ടടുത്തുള്ള ഒഡീഷയും ബീഹാറൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ പഴയ ബ്രിട്ടീഷുകാരുടെ ബംഗാൾ എന്ന് ആലോചിച്ചാൽ മതി. ഇനി ബംഗാളിലും അസാമിലും ഒക്കെയാണ് വീശുന്നത്. ഇനി നമ്മളെന്താ നോക്കണ്ടേ? എന്ത് കാറ്റാണ്? ഉഷ്ണക്കാറ്റാണോ വരണ്ട കാറ്റാണോ? ഇവിടെയും നമ്മളത് പഠിക്കണ്ട. കാരണം ഇതൊരു ഉഷ്ണക്കാറ്റോ ശീതക്കാറ്റോ അല്ല, ഇത് മഴ കൊണ്ടുവരുന്ന ഒരു കാറ്റാണ്. അപ്പം നമുക്ക് സീസൺ നോക്കാം. ഇതും വീശുന്നത് ഉഷ്ണകാലത്ത് തന്നെയാണ്. അപ്പം ഞാൻ സീസൺ എഴുതി, ഉഷ്ണകാലം. ഓക്കെ, വൈശാഖ മാസം ഉഷ്ണകാലം, ഏപ്രിൽ പകുതി തൊട്ട് മെയ് പകുതി വരെ. അതുകൊണ്ടാണ് ഇതിനെ വൈശാഖി എന്ന് വിളിക്കുന്നത്. അതിലേക്ക് ഞാൻ വരാവേ. ഇനി നമ്മൾ എന്താ നോക്കണ്ടേ? ഗുഡാണോ ബാഡാണോ? എന്തെങ്കിലും ഉപകാരമുണ്ടോ അല്ലെങ്കിൽ ഉപദ്രവമാണോ? ഇതിനെ കൊണ്ട് ഉപകാരമുണ്ട്, ഉപദ്രവമുണ്ട്. എന്താണ് ഉപദ്രവം എന്ന് ആദ്യം എഴുതാം. ഇതിൽ നല്ല ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മിന്നലേറ്റിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ബംഗാളിൽ സംഭവിക്കാറുണ്ട് സമ്മർ സീസണിൽ. 2, ആലിപ്പഴ വീഴ്ച എന്നൊക്കെ പറയുമ്പോൾ, ഒരു ഗോൾഫ് ബോൾ ഉണ്ടല്ലോ, അത്ര വലിപ്പമുള്ള ഐസ് കട്ടയായിരിക്കും നമ്മുടെ തലയിൽ വന്ന് വീഴുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള കേടുപാടുകൾ ഈ വീടുകൾക്കും വാഹനങ്ങൾക്കും വിളകൾക്കൊക്കെ സംഭവിക്കാറുണ്ട്. പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ആലിപ്പഴ വീഴ്ച, ഇടിമിന്നലോട് കൂടിയ മഴ, കനത്ത കാറ്റ്, കനത്ത കാറ്റ്, നല്ല കൊടുങ്കാറ്റ് പോലുള്ള കാറ്റ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം.
ഒരുപാട് പ്രശ്നങ്ങൾ ഇതുണ്ടാക്കുന്നുണ്ട്. അതേസമയം എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപകാരമുണ്ട്. ആർക്കാ ഉപകാരം? പശ്ചിമ ബംഗാളിലെ ചണം കൃഷിക്കും അസമിലെ തേയില കൃഷിക്കും ഇത് യൂസ്ഫുള്ളാണ്. വേനൽ മഴയാണ്, അപ്പോൾ തേയിലയുടെയൊക്കെ ഒരു നല്ല ചൂടുള്ള ഒരു ക്ലൈമറ്റിൽ അല്പം മഴയൊക്കെ നൽകിയിട്ട് തേയില വളരുന്ന ആ ഒരു സ്ഥലത്തെ ആസാമിലെ താപനില കുറച്ചൊന്ന് നിയന്ത്രിക്കുകയും ആർദ്രതയൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ കൽബൈശാഖിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ല, കൽബൈശാഖിക്ക് കുറച്ച് വേറെ പേരുകളുണ്ട്. ആക്ച്വലി ബംഗാളിൽ വിളിക്കുന്ന പേരാണ് കൽബൈശാഖി. കാരണം എന്താ? ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവൻ വിതക്കുന്നത് കൊണ്ട്, അതായത് ഇടിമിന്നലും ആലിപ്പഴ വീഴ്ചയും കനത്ത കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് വൈശാഖ മാസത്തിലെ ദുരന്തം അത്യാഹിതം അല്ലെങ്കിൽ ദുരന്തം എന്നാണ് ഈ കാറ്റിനെ വിളിക്കുന്ന പേര്. അതാണ് കാൽ ബൈശാഖി. വൈശാഖ മാസത്തിലെ കാൽ മീൻസ് അത്യാഹിതം, ദുരന്തം, അപകടം എന്നൊക്കെയാണ് അർത്ഥം. ഇനി അസമിൽ ഇതിനെ വിളിക്കുന്ന പേര് ബർദോളി ചീര എന്നാണ്. എന്താ? ബർദോളി സില അല്ലെങ്കിൽ ബർദോളി ചീറ എന്നൊക്കെയാണ് നമ്മൾ ആസാമിൽ ഇതിനെ വിളിക്കുന്ന പേര്. ബർദോളി സില അഥവാ ബർദോളി ചീര എന്നൊക്കെയാണ് നമ്മൾ ഈ കാറ്റിനെ വിളിക്കുന്ന പേര്. ഇനി ഇതല്ലാതെ വേറൊരു കോമൺ ആയിട്ട് ഇതിനൊരു പേര് കൂടിയുണ്ട്, നോർവെസ്റ്റേഴ്സ്. അപ്പോൾ കൽബൈശാഖി, നോർവെസ്റ്റർ, ബർദോളി ചീര എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഡൗട്ട്സ് ഒന്നും ഇല്ലയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാണ്. ഇവിടെ ചിനൂക്കിനെ കാണാം. ഇന്ത്യക്കാരനല്ല, എന്നാലും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിൽ വന്നുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലാങ്ക് പേജ് എടുക്കുകയാണ്. സെയിം ഞാൻ നിങ്ങളെ എങ്ങനെയാണോ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത് അതേ രീതിയിലാണ് ഇതും പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്കൊരു കോളം വരച്ചാലോ? യെസ്, ഞാനൊരു കോളം വരക്കുവാണ്. ഞാൻ ലോകത്ത് പല സ്ഥലങ്ങളിലുമുള്ള കാറ്റുകളെ ഈ ഓരോ കോളത്തിലായിട്ട് എഴുതാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അപ്പോൾ അതെ, ഒന്നാമത്തത് നമുക്ക് ചിനൂക്ക് തന്നെ എഴുതാം. ഓക്കെ, ഒന്നാമത്തവൻ്റെ പേരെന്താ? ചിനൂക്ക്. രണ്ടാമത്തവൻ്റെ പേര് ഞാനിവിടെ എഴുതുന്നുണ്ട്, ഫോൻ, FOHN, ഫോൻ. ഓക്കെ, ഫോൺ എന്നൊക്കെ പറയാം. ഓക്കെ, മൂന്നാമത്തവനെ നമുക്ക് മിസ്ട്രാൽ എഴുതുന്നുണ്ട്. നാലാമത്തവൻ സിറോക്കോ ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വിൻഡുകളെക്കുറിച്ച് ഒരാളെയും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നിർബന്ധമായും ഇവനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഹർമാറ്റൻ. എന്താ? ഹർമാറ്റൻ. അപ്പോൾ ഈ പറഞ്ഞ വിൻഡുകളെക്കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? എന്തൊക്കെയാ നോക്കണ്ടേ? പറ. കാലം, ലൊക്കേഷൻ, ഏത് കാലഘട്ടത്തിലാണ് ഇത് പെയ്യുന്നത്, വീശുന്നത്. 2, ലൊക്കേഷൻ, എവിടെയാണ് ഇതിൻ്റെ സ്ഥലം. 3, ഗുഡാണോ ബാഡാണോ, അല്ലേ? ഹോട്ടാണോ കോൾഡാണോ. അപ്പം ഞാൻ ആദ്യം ചിനൂക്കിലേക്ക് പോകുകയാണ്. ചിനൂക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ചിനൂക്കിൻ്റെ ആദ്യത്തെ പോയിന്റ്, ചിനൂക്കിൻ്റെ ലൊക്കേഷൻ. ചിനൂക്കിൻ്റെ ലൊക്കേഷൻ നോർത്ത് അമേരിക്കയാണ്. വടക്കേ അമേരിക്കയിൽ റോക്കീസ് പർവ്വതം ഉണ്ടല്ലോ. റോക്കീസ് പർവ്വതത്തിൻ്റെ ചെരുവുകളിലാണ് ഇത് വീശുന്നത്. വടക്കേ അമേരിക്കയിലെ പർവ്വതമാണ് റോക്കീസ് എന്നും നിങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പം നോർത്ത് അമേരിക്കയിലുള്ള മടക്ക് പർവ്വതത്തിൻ്റെ പേരാണ് റോക്കീസ്. അവിടെയാണ് ചിനൂക്ക് വീശുന്നത്. അമേരിക്ക, USA, നമ്മുടെ കാനഡ, ആ ഒരു ഭാഗത്തൊക്കെയാണ് വീശുന്നത്. ഓക്കെ, ഇനി ഫോൻ എവിടെയാണ് വീശുന്നത്? ഫോൻ വീശുന്നത് യൂറോപ്പിലാണ്. യൂറോപ്പിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂറോപ്പിൽ ആൽസ് പർവ്വതവും ഇല്ലേ? ആൽസ് പർവ്വതത്തിലാണ് നമ്മുടെ ഫോൻ വീശുന്നത്. ഓക്കെ, ഇനി മിസ്ട്രാലിൻ്റെ ലൊക്കേഷൻ. മിസ്ട്രാൽ വീശുന്നതും യൂറോപ്പിലാണ്. മറന്നു പോരുത്, യൂറോപ്പിലാണ്. ഓക്കെ, ഇനി ജർമ്മനി പോലുള്ള ഭാഗങ്ങളിലൊക്കെയാണ് മിസ്ട്രാൽ വീശുന്നത്. ആൽപ്സിൻ്റെ മറ്റൊരു ചെരുവിലാണ് ഇത് വീശുന്നത്. യൂറോപ്പിൽ നിന്ന് നോക്കിയാൽ മതി. സിറോക്കോ വീശുന്നത്, ഇതിലൊരു ചെറിയൊരു തെറ്റുണ്ട്, സിറോക്കോ ആണേ. സിറോക്കോ വീശുന്നത് തീർച്ചയായും നോർത്ത് ആഫ്രിക്കയിലും മെഡിറ്ററേനിയൻ കടലിന് അടുത്താണ്. ഓക്കെ, മെഡിറ്ററേനിയൻ കടലിനടുത്താണ് ഇത് വീശുന്നത്. നോർത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ സഹാറയുടെയൊക്കെ ഭാഗമായിട്ട് വരും. സഹാറയുടെ വടക്ക് ഭാഗത്താണ് ഇവൻ വീശുന്നത്. സഹാറ എന്നാണ് ഇവൻ ഉത്ഭവിക്കുന്നത്. അപ്പോൾ സഹാറയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിൻഡാണ്
സിറോക്കോ എന്ന് ഓർത്ത് വെച്ചാൽ മതി. സഹാറ, സിറോക്കോ. സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നമുക്കിപ്പുറം ഹർമാറ്റൻ ഉണ്ട്. ഹർമാറ്റൻ വീശുന്നത് പടിഞ്ഞാറൻ ആഫ്രിക്ക അഥവാ വെസ്റ്റ് ആഫ്രിക്കയിലാണ്. ഓക്കെ, പടിഞ്ഞാറൻ ആഫ്രിക്ക അഥവാ വെസ്റ്റ് ആഫ്രിക്കയിലാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലൊക്കേഷൻ നമ്മൾ പൂർണ്ണമായിട്ടും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ചിനൂക്ക് നോർത്ത് അമേരിക്ക, ഫോൺ യൂറോപ്പ്, മിസ്ട്രാൽ യൂറോപ്പ്, സിറോക്കോ നോർത്ത് ആഫ്രിക്ക ആൻഡ് വെസ്റ്റ് ആഫ്രിക്കയിലാണ് ഹർമറ്റൻ. ഈ 5 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. PSCയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഏത് സീസണിലാണ് വീശുന്നത് എന്നാണ് ഇനി ഞാൻ എഴുതാൻ പോകുന്നത്. എടാ, ചിനൂക്ക് വീശുന്നത് ശൈത്യകാലത്താണ്. എപ്പോഴാ? ശൈത്യകാലത്താണ്. എല്ലാത്തിൻ്റെയും സീസൺ പഠിക്കേണ്ടത് മാത്രമേ ഞാൻ കോളത്തിൽ എഴുതുള്ളൂ. എക്സാമിന് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടത്. ഫോൺ വീശുന്നതും ശൈത്യകാലത്താണ്. എപ്പോഴാ? ശൈത്യകാലത്ത്. യൂറോപ്പ് തണുത്തിരിക്കുമ്പോഴാണ് ഫോൺ വീശുന്നത്. നോർത്ത് അമേരിക്ക തണുത്തിരിക്കുമ്പോഴാണ് ചിനൂക്ക് വീശുന്നത്. മിസ്ട്രാൽ വീശുന്നത് ഏത് സീസണിലാണെന്ന്? യൂറോപ്പിൽ എപ്പോ? ഏത് സീസൺ? വീണ്ടും ശൈത്യകാലത്താണ് മിസ്ട്രാൽ വീശുന്നത്. മറക്കരുത്, മിസ്ട്രാലും ശൈത്യകാലം, എല്ലാം ശൈത്യകാലം അല്ലേ? ഓക്കെ. സിറോക്കോ വീശുന്നത് ഏത് സീസണിലാണെന്ന് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഓട്ടം ആ ഒരു സമയത്തൊക്കെയാണ് വീശുന്നത്. അതും നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ. ഹർമാറ്റനും സീസൺ വലിയ കുഴപ്പമില്ല, അതവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ചിനൂക്ക് എന്ത് കാറ്റാണ്? ഹോട്ട് വിൻഡാണോ കോൾഡ് വിൻഡാണോ? ഇനി നമ്മൾ അതല്ലേ നോക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുഡ് ആണോ ബാഡ് ആണോ നോക്കും. ഓക്കെ. അപ്പോൾ ചിനൂക്ക് എന്ത് വിൻഡാ? ഉഷ്ണക്കാറ്റാണ്. ഒരു ഉഷ്ണക്കാറ്റ് അല്ലെങ്കിൽ ഒരു വാം വിൻഡാണ്. എന്ന് വിചാരിച്ചാൽ നല്ല ചൂട് എന്നല്ല, ഒരു വാം വിൻഡാണ്. ഓക്കെ. അതേപോലെ നമ്മുടെ ഫോനും ഒരു ചൂടുള്ള എന്ന് വെച്ചാൽ ഒരു വാം വിൻഡാണ്, ഉഷ്ണക്കാറ്റാണ്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇനി മിസ്ട്രാൽ എന്ന് പറയുന്നത് ഒരു ശീതക്കാറ്റാണ്. ശീതക്കാറ്റാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് അടുത്ത കോളത്തിൽ എഴുതേണ്ട പോയിന്റ്സുകൾ കിട്ടിക്കാണും അല്ലേ? നമുക്ക് എഴുതാം. സിറോക്കോ ഒരു വരണ്ട കാറ്റാണ്. ഒരു കോൾഡ് വിൻഡ് തന്നെയാണ്, പക്ഷെ ഒരു വരണ്ട കാറ്റാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്, കാരണം നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ. വൺ സെക്കൻഡ്. സിറോക്കോ അല്ല, ഹർമറ്റൻ ആണ് വരണ്ട കാറ്റ്. ഓക്കെ, കോളം മാറിപ്പോയതാണ്. സിറോക്കോ എന്ന് പറയുന്നത് നല്ല ഉഷ്ണക്കാറ്റാണ്. ഇവൻ മഴയൊക്കെ കൊണ്ടുവരും. മെഡിറ്ററേനിയൻ കടൽ വഴി പോകുമ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള നീരാവിയൊക്കെ എടുത്തിട്ട് മൂപ്പര് ഒരു സ്ഥലത്ത് മഴയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരും. ഓക്കെ. നെക്സ്റ്റ് അടുത്ത പോയിന്റ് നമ്മൾ ഇനി എന്താ നോക്കുന്നത് പറഞ്ഞോ? ഗുഡ് ആണോ ബാഡ് ആണോ? ഈ കോളംസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടൂലേ? കോളംസ് നോക്കിയാൽ കിട്ടൂലേ? ശൈത്യകാലത്തുള്ള ഉഷ്ണക്കാറ്റ് ചിനൂക്ക്, നല്ല തണുപ്പുള്ള US-ൻ്റെ ഒരു സമയം, മഞ്ഞ് മൂടി കിടക്കുമായിരിക്കും, കൊടും ശൈത്യമായിരിക്കും. അപ്പോഴാണ് ഈ ഒരു വാം വിൻഡ് അടിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് നല്ലതായിരിക്കുമോ ചീത്തയായിരിക്കുമോ? നല്ലതായിരിക്കും അല്ലേ? ആ ഒരു തണുപ്പിൽ, കൊടും ശൈത്യത്തിനൊരു അല്പം ആശ്വാസമായിട്ടായിരിക്കും നമ്മുടെ ചിനൂക്ക് വീശുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഗുഡ് വിൻഡാണ്, ബെനഫിഷ്യൽ വിൻഡാണ്. ഇവനെ വിളിക്കുന്ന പേര് മഞ്ഞുതീനി എന്നാണ്. മഞ്ഞുതീനി. അതെന്താ മഞ്ഞുതീനി അഥവാ സ്നോ ഈറ്റർ എന്ന് വിളിക്കുന്നേ? എടാ, ശൈത്യകാലത്ത് മഞ്ഞ് മൂടി കിടക്കുന്ന നോർത്ത് അമേരിക്ക റോക്കി ചെരുവുകളിൽ ഇത് വീശുമ്പോൾ ഈ മഞ്ഞൊക്കെ ഉരുകാൻ തുടങ്ങും. അവിടുത്തെ കന്നുകാലികൾക്കൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് പുല്ലൊന്നും അധികം അവൈലബിൾ ആയിരിക്കില്ല. സോ ഇതിനെ മഞ്ഞുതീനി എന്നാണ് വിളിക്കുന്നത്. ഇനി ഫോണിനെയും നമ്മൾ വിളിക്കുന്നത് മഞ്ഞുതീനി എന്നാണ്. അതിനും കാരണം മേളിലുള്ള 2 കോളംസ് നിങ്ങൾ നോക്കിയാൽ മതി. ശൈത്യകാലത്ത് ഉഷ്ണക്കാറ്റല്ലേ? അപ്പം സ്നോ എന്താവും? മെൽട്ടാകും. അപ്പം ഇവനെയും നമ്മൾ മഞ്ഞുതീനി അഥവാ സ്നോ ഈറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പം മഞ്ഞുതീനി എന്ന് അറിയപ്പെടുന്ന 2 കാറ്റുകളുണ്ട്, ചിനൂക്കും ഫോനും. ഇനി മിസ്ട്രാൽ എന്ത് കാറ്റാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ശൈത്യകാലത്തെ ശീതക്കാറ്റ്. ഓൾറെഡി തണുത്തിരിക്കുന്ന യൂറോപ്പിനെ വീണ്ടും ഒന്നുകൂടി തണുപ്പിക്കുകയാണ് മിസ്ട്രാൽ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു ബാഡ് വിൻഡാണ്. എന്ന് വെച്ചാൽ കൊടും ശൈത്യമാണ് ഇത് ഉണ്ടാക്കുന്നത്. കൊടും ശൈത്യമാണ് ഈ വിൻഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. ഇനി സിറോക്കോ എന്ന് പറയുന്നത്
ഉഷ്ണക്കാറ്റാണ്. ഇവൻ വരുന്നത്, ഞാനിതിവിടെ പ്രത്യേകം എഴുതുന്നുണ്ട്, ഇവൻ വരുന്നത് ഫ്രം സഹാറ മരുഭൂമിയാണ്. ഓക്കെ, സഹാറ മരുഭൂമി എന്നാണ് വരുന്നത്. എന്നിട്ട് നോർത്ത് ആഫ്രിക്കയിലെ രാജ്യങ്ങളിലും ഒരു കാര്യം കൂടി ഞാൻ എഴുതുന്നുണ്ട്, എല്ലാമല്ല ചില സൗത്ത് യൂറോപ്പിലെ രാജ്യങ്ങളിലും എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ. മാപ്പിൽ നിങ്ങൾ മെഡിറ്ററേനിയൻ സീ നോക്കിയേ, മെഡിറ്ററേനിയൻ സീൻ്റെ വടക്കും തെക്കും ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാ? നോർത്ത് ആഫ്രിക്കയും സൗത്ത് യൂറോപ്പും. അപ്പം സൗത്ത് യൂറോപ്പിലെ കുറച്ച് മെഡിറ്ററേനിയൻ കാലാവസ്ഥ ഭയങ്കര ഫേമസ് ആണ്. മെഡിറ്ററേനിയൻ രാജ്യങ്ങൾ, ഗ്രീസും ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ എന്തിനാണ് ഫേമസ്? മുന്തിരിത്തോട്ടങ്ങൾക്കാണ് ഫേമസ്. ഒലിവ്, മുന്തിരി, സിട്രസ്, ഓറഞ്ച് പോലുള്ള ഫലങ്ങൾക്കാണ് ഏറ്റവും ഫേമസ്. അപ്പോൾ ഈ ഓറഞ്ച് തോട്ടത്തിലൊക്കെ ഇവൻ എവിടെ നിന്നാണ് വരുന്നേ? സഹാറയെന്നല്ലേ. സഹാറയെന്ന് ഞാൻ വേണമെങ്കിൽ മാപ്പ് വരച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് യൂറോപ്പ് ഉണ്ട്, ഇവിടെ നമുക്ക് ആഫ്രിക്കയുണ്ട്. അപ്പോൾ ആഫ്രിക്കയിലെ ഈ ഭാഗത്തു നിന്നാണ്, ഇതാണ് സഹാറ. ഈ ഭാഗത്തു നിന്നാണ് നമ്മുടെ ഈ കാറ്റ് വടക്കോട്ടേക്ക് ഇങ്ങനെ വീശുന്നത്. സഹാറയെന്ന് വരുന്നത് കൊണ്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള വിൻഡാണ്. പക്ഷെ മെഡിറ്ററേനിയൻ കടൽ ഇവിടെ ഇല്ലേ? മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് കുറച്ച് ജലബാഷ്പം, നീരാവിയൊക്കെ എടുത്തിട്ട് മൂപ്പര് എങ്ങോട്ട് വീശും? സൗത്ത് യൂറോപ്പിലുള്ള രാജ്യങ്ങളിലേക്ക് വീശും. സ്പെയിന്, പോർച്ചുഗൽ, ഗ്രീസ്, ഇറ്റലി ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ അല്പം മഴ കൊടുക്കും. മഴയുടെ കൂട്ടത്തിൽ മൂപ്പര് ഒരു സാധനവും കൊണ്ടാണ് പോകുന്നത്. സഹാറയെന്നല്ലേ പോന്നേ? സഹാറയിൽ കുറേ മരുഭൂമിയല്ലേ, മരുഭൂമിയിൽ കുറേ മണലില്ലേ, നല്ല ചുവന്ന മണൽ. ഈ ചുവന്ന മണലും കൊണ്ടാണ് മൂപ്പര് ഈ മുന്തിരിത്തോട്ടങ്ങളിലൊക്കെ പോയിട്ട് മഴ പെയ്യുന്നത്. അപ്പോൾ ഈ മഴയുടെ കൂടെ മണൽ കൂടി വീഴും. ഈ മണലിൻ്റെ കളർ എന്താ? ചുവന്ന മണലാ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ റെഡ് റെയിന്, ഒരു റെഡ് കളറിലുള്ള മഴ പെയ്യുന്നത് പോലെ തോന്നും. അതുകൊണ്ട് ഇതിനെ ബ്ലഡ് റെയിൻ എന്നാണ് നമ്മൾ വിളിക്കുക, രക്തമഴ എന്നാണ് വിളിക്കുക. ബ്ലഡ് റെയിൻ, ബ്ലഡൊന്നുമല്ല, നമ്മുടെ സഹാറ മരുഭൂമിയിലെ ചുവന്ന മണലാണ് മൂപ്പര് കൊണ്ടുപോയിട്ട് ഈ സദേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് നിക്ഷേപിക്കുന്നത് ഈ മഴയുടെ കൂടെ. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ബ്ലഡ് റെയിൻ ഉണ്ടാക്കുന്ന ആരാണെന്ന് വെച്ചാൽ സിറോക്കോ ആണ്. ഇത് മുന്തിരിത്തോട്ടങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ നല്ലതാണ്. പക്ഷേ മണൽ ഉണ്ടെങ്കിൽ, ഈ മഴയുടെ കൂടെ മണലുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ കൃഷിനാശം ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഫലപുഷ്ടിയൊക്കെ പോവും. ലാസ്റ്റ് വൺ ആരാ? ഹർമറ്റൻ. ഹർമറ്റൻ ഒരു വരണ്ട കാറ്റ. ഹർമറ്റൻ അറിയപ്പെടുന്നത് ഡോക്ടർ വിൻഡ് എന്നാണ്. ഡോക്ടർ വിൻഡ്, ഇവൻ ആള് നല്ല ആളാണ്. എന്താ കാരണം എന്നല്ലേ? വെസ്റ്റ് ആഫ്രിക്കയിൽ കുറേ പട്ടിണി പാവങ്ങളായിട്ടുള്ള രാജ്യങ്ങളുണ്ട്, വളരെ ദരിദ്ര രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലൊക്കെ ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വരണ്ട കാറ്റടിക്കുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. ഈ പറഞ്ഞ ചിക്കുൻ ഗുനിയ, ഡെങ്കു, മലേറിയ പോലുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക, പ്രത്യേകിച്ച് വെസ്റ്റേൺ ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഇവൻ വീശുമ്പോൾ ഇവൻ വരണ്ട കാറ്റാ. അവിടെയുള്ള കൊതുകുകളും ഈ പറഞ്ഞ മലേറിയ പോലുള്ള അസുഖങ്ങളൊക്കെ പരത്തുന്നത് മൊസ്കിറ്റോസ് ആണ്. പിന്നെ ആഫ്രിക്കയിലെ സ്ലീപ്പിംഗ് സിക്നസ് പരത്തുന്നത് സെസെ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈച്ചയാണ്. ഈ ഈച്ചവർഗവും കൊതുകുകളൊക്കെ ഡെഡായി പോവും, മരിച്ചു പോവും. അപ്പോൾ ഈ ഈച്ചകളും കൊതുകുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുറക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ ഹർമറ്റന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇവൻ വീശിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ അസുഖങ്ങളൊക്കെ മാറും. അതുകൊണ്ട് ഇവനെ ഡോക്ടർ വിൻഡ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഡോക്ടർ വിൻഡ്. അപ്പം മറക്കരുത്, ഡോക്ടർ വിൻഡ് ഒരു കാരണവശാലും മറക്കരുത്. എക്സാം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, സോ മറക്കരുത്. അപ്പം നമ്മൾ ബേസിക്കലി ഇന്ത്യയിലെ മുഴുവൻ പ്രാദേശികവാദങ്ങളും പഠിച്ചു, ലോകത്തിലെ മുഴുവൻ പ്രാദേശികവാദങ്ങളും എക്സാമിന് ചോദിക്കുന്നതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഓക്കെ. ഇന്ത്യയിൽ ഇതല്ലാതെ കോഫി ഷവർ കൂടിയുണ്ട്. കോഫി ഷവർ നമ്മുടെ മാംഗോ ഷവറിൻ്റെ, മാംഗോ ഷവർ എഴുതിയല്ലോ, മാംഗോ ഷവറിൻ്റെ കർണാടക വെർഷനാണ് കോഫി ഷവർ. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നത്, എല്ലാം സെയിം തന്നെ, സ്ഥലം മാത്രം വേറെ, കർണാടക. അപ്പോൾ കർണാടക ഉഷ്ണകാലം, മാമ്പഴമല്ല, എന്ത് പഴുക്കാനാ?
കാപ്പിക്കുരു പഴുക്കാനാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് കോഫി ബ്ലോസംസ്, കോഫി ഷവർ എന്നൊക്കെ വിളിക്കുന്നു. വേറൊരു പേര് കൂടിയുണ്ട്, ചെറി ബ്ലോസംസ്. കാരണം കാപ്പിക്കുരു പഴുക്കുന്ന സമയത്ത് റെഡ് ചെറി പഴത്തിൻ്റെ കളറായിരിക്കും, അതുകൊണ്ട് ചെറി ബ്ലോസംസ് എന്നും പേരുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? എന്താണ് ആൻസർ? ഇന്ത്യയുടെ ശൈത്യകാലം സിമ്പിളാണ്. ഇന്ത്യയിൽ ബേസിക്കലി നമുക്ക് മഴ മൺസൂൺ 6 മാസം ഉള്ളതുകൊണ്ട് മെയിനായിട്ടൊരു 3 സീസൺസുകളാണ് അനുഭവപ്പെടുന്നത്. ഒന്ന് നമ്മുടെ മൺസൂൺ, ഓക്കെ. 2 മൺസൂൺ കഴിഞ്ഞ ഉടനെ നവംബർ കഴിയുമ്പോൾ ശൈത്യകാലമാണ്. 3ാമത്തതാണ് വേനൽക്കാലം. ശൈത്യകാലം കഴിഞ്ഞ ഉടൻ മാർച്ച് ആകുമ്പോൾ വേനൽക്കാലം തുടങ്ങും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇന്ത്യയിലെ സീസണുകൾ എന്ന് പറയുന്നത്, ഓക്കെ. ഇന്ത്യയിലെ സീസൺസ് ഇങ്ങനെയാണ്. യെസ്, ശൈത്യകാലം, വേനൽക്കാലം, വീണ്ടും മഴക്കാലം, മൺസൂൺ. മൺസൂൺ 6 മാസമാണ് എന്ന് വെച്ചാൽ ഏകദേശം ജൂൺ ആകുമ്പോൾ തുടങ്ങും. ജൂണിൽ ഫസ്റ്റ് മൺസൂൺ എത്തുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് കേരളം അറിയപ്പെടുന്ന പോലും മൺസൂണിൻ്റെ കവാടം എന്നാണ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ പകുതി വരെയൊക്കെ നമുക്ക് മൺസൂണാണ്. അത് കഴിഞ്ഞ് ശൈത്യകാലമാണ്. അതായത് നവംബർ പകുതി തൊട്ട് ശൈത്യകാലമാണ് നമുക്ക് പൊതുവേ വരുന്നത്. അല്ലെങ്കിൽ ഒക്ടോബർ എന്നും നിങ്ങൾക്ക് എഴുതാം, ഡിസംബർ എന്നും എഴുതാം. നവംബർ പകുതി തൊട്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇനി നമ്മളിത് ഇവിടെ ഇങ്ങനെ നവംബർ എന്ന് ഇവിടെ എഴുതിയതുകൊണ്ട് ഇവിടെ ഡിസംബർ ആണ് എഴുതുന്നത്. ഡിസംബർ തൊട്ട് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ 3 മാസക്കാലമാണ് ശൈത്യകാലം. ഫെബ്രുവരി കഴിഞ്ഞ് ഒരു മാർച്ച് പകുതി വരെയൊക്കെ ശരിക്കും ശൈത്യകാലമാണ്, മാർച്ച് ഫസ്റ്റ് വീക്കൊക്കെ വരെയൊക്കെ. അപ്പോൾ ഇനി മാർച്ച് പകുതിയോടുകൂടി നമ്മുടെ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയിലേക്ക്, എന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ഇന്ത്യയിൽ ചൂട് കൂടാൻ തുടങ്ങും. അതാണ് വേനൽക്കാലം. എന്ന് വെച്ചാൽ മാർച്ച് തൊട്ട് ഏപ്രിൽ, മെയ്, ജൂൺ പകുതി, ജൂൺ ഫസ്റ്റ് വീക്ക് വരെ, അല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്താ എഴുതാം, മാർച്ച് തൊട്ട് ഏപ്രിൽ, മെയ് വരെ വേനൽക്കാലം എന്ന് എഴുതാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഈ പറഞ്ഞ കാലഘട്ടങ്ങൾ. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മാസം ഏതാ പറഞ്ഞേ? ഇതിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന മാസമാണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. അതിലേതാ? ജൂലൈയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത്. എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് പഠിക്കാവേ. ശൈത്യകാലം ഏറ്റവും തണുപ്പുള്ള മാസം ഏതാ പറഞ്ഞോ? ഡിസംബർ ആണോ, ജനുവരി ആണോ, ഫെബ്രുവരി ആണോ? ജനുവരിയാണ് ഏറ്റവും തണുപ്പുള്ള മാസം, മറക്കരുത്. ഏറ്റവും ചൂടുള്ള മാസം ഏതാ പറഞ്ഞേ? മാർച്ച് അല്ല, ഏപ്രിലാണ് ഏറ്റവും ചൂടുള്ള മാസം. മെയ്യിൽ ചില സ്ഥലങ്ങളിലൊക്കെ മഴയൊക്കെ കിട്ടുന്നതുകൊണ്ട്, കേരളത്തിൽ മാംഗോ ഷവറും ബംഗാളിൽ കൽബൈശാഖിയൊക്കെ കിട്ടുന്നതുകൊണ്ട് അല്പം ചൂട് കുറയും. ഏപ്രിലാണ് ഏറ്റവും ചൂടുള്ള മാസം. അപ്പോൾ ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ആൻസർ കിട്ടിയില്ലേ? ഏതാ? ജൂൺ അല്ല, ഒക്ടോബർ അല്ല, മാർച്ച് അല്ല, ഡിസംബർ ടു ഫെബ്രുവരി ആണ് നമ്മളോട് ശൈത്യകാലമാണ് ചോദിച്ചത്. സെറ്റല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അതേ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ 21 ഇങ്ങനെ ചോദിച്ചപ്പോൾ 22 ഈവൻ ക്വസ്റ്റ്യൻ നമ്പർ പോലും സെയിം ആണ്, 17 നമ്പർ പോലും അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ക്വസ്റ്റ്യൻ നമ്പർ പോലും സെയിം ആണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ് പറഞ്ഞോളൂ. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഇന്ത്യയിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത്, യെസ്, നമ്മളിപ്പോൾ ഈ ഡയഗ്രത്തിൽ പറഞ്ഞതേ ഉള്ളൂ. വേനൽക്കാലം അഥവാ ഉഷ്ണകാലം മാർച്ച് തൊട്ട് ഏകദേശം മെയ് അല്ലെങ്കിൽ ജൂൺ വരെ. മാർച്ച്, മെയ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം മാർച്ച് തൊട്ട് മെയ് വരെയാണ് നമ്മുടെ ഉഷ്ണകാലം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. കാലാവസ്ഥ സെറ്റല്ലേ? ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശമായ മൗസിൻ റാം ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം, ഒന്നാമത്തത് മൗസിൻ റാം ആണ്. രണ്ടാമത്തത് ചിറാപുഞ്ചിയാണ്. ഈ ചിറാപുഞ്ചിക്ക് പുതിയൊരു പേരുണ്ട്, സൊഹ്റ എന്നാണ് പേര്. ഈ 2 സ്ഥലങ്ങളും സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. മേഘാലയയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേഘാലയയിൽ ഗാരോ ഖാസി ജയന്തിയ കുന്നില്ലേ, അതിൽ ഖാസി കുന്നിലാണ്
നമുക്ക് ഈ മൗസിൻ റാമും ചിറാപുഞ്ചിയും സ്ഥിതി ചെയ്യുന്നത് കാണുന്നത്. ഗാരോ ഖാസി ജയന്തിയിൽ നടുവിലത്തെ ഖാസി കുന്നിലാണ്, ഈസ്റ്റ് ഖാസി കുന്നുകളിലാണ്, കിഴക്കൻ ഖാസി കുന്നുകളുടെ ഈ കിഴക്ക് ഭാഗത്താണ് ഈ മൗസിൻ റാമും ചിറാപുഞ്ചിയും. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണിത്, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ മേഘാലയ പേര് തന്നെ കിട്ടും, മേഘങ്ങളുടെ ആലയമാണ്. ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലമാണ് മേഘങ്ങൾ. അപ്പം മറക്കരുത്, മഴ കൂടുതൽ കിട്ടുന്ന പ്രദേശം മൗസിൻ റാം, സെക്കൻഡ് ചിറാപുഞ്ചി, 2 സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ ഖാസി കുന്ന്, സ്റ്റേറ്റ് മേഘാലയ. ഇവിടുന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ്ലി വരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ പറഞ്ഞോ, നമ്മൾ കാലാവസ്ഥ പഠിക്കുമ്പോൾ നിർബന്ധമായും നമ്മൾ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് കാർഷിക കാലഘട്ടം. കാരണം കാലാവസ്ഥയുമായിട്ട് ഒന്ന് ചേർത്തിട്ടാണ് പഠിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. 2 എളുപ്പമായിട്ട് പഠിക്കാനും പറ്റും. അതായത് നമ്മുടെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയാലോ. ഇന്ത്യയുടെ ജൂൺ തൊട്ട് നവംബർ വരെ മൺസൂണാണ്. എന്ന് വെച്ചാൽ നല്ല മഴയൊക്കെ കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ ആ സമയത്ത് എന്ത് വിളകളാണ് നമ്മൾ നടണ്ടേ? കുറേ വെള്ളം ആവശ്യമുള്ള, ജലം കൂടുതലായിട്ട് ആവശ്യമുള്ള കാർഷിക വിളകളല്ലേ നടണ്ടേ? നെല്ലൊക്കെ നമ്മൾ നടുക ഈ കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശൈത്യകാലമാണല്ലേ. ശൈത്യകാലത്ത് എന്ത് വിളകളാണ് നമ്മൾ നടണ്ടേ? തണുപ്പ് ആവശ്യമുള്ള വിളകൾ അല്ലേ. അപ്പോൾ അതും സെറ്റ്. അത് കഴിഞ്ഞാൽ വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് വെള്ളമൊക്കെ കുറവായിരിക്കും. അങ്ങനെ കൃഷിയൊക്കെ നടക്കുമോ? ഇല്ല. ചില പ്രത്യേക സ്ഥലങ്ങളിൽ കുറച്ച് വെള്ളമൊക്കെയുള്ള സ്ഥലത്ത് ആകെ ഒരു 3 മാസമൊക്കെ ഉള്ളൂ, 2 മാസം 3 മാസമൊക്കെ മാക്സിമം കിട്ടുള്ളൂ. അതോടുകൂടി മൺസൂൺ വരും. അപ്പോൾ ഒരു 1-2 മാസം വളർത്താൻ പറ്റുന്ന തരത്തിലുള്ള വിളകളായിരിക്കും വളർത്തുക, പച്ചക്കറിയൊക്കെ. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കാർഷിക കാലഘട്ടങ്ങളിൽ പഠിക്കുന്നത്. ഞാൻ ആ പറഞ്ഞ ഡയഗ്രാം ഇവിടെ കാർഷിക കാലഘട്ടമായിട്ട് വരക്കുന്നുണ്ട്. മൺസൂൺ കാലത്ത് വളർത്തുന്ന വിളകളെ ഖാരിഫ് വിള എന്നാണ് വിളിക്കുക. അപ്പോൾ ഖാരിഫ് വിളയുടെ പ്രത്യേകത എന്തായിരിക്കും നിങ്ങൾ പറ? കുറേ വെള്ളം വേണ്ട വരും അല്ലേ. വെള്ളം വേണ്ട വരും, തണുപ്പൊന്നും പാടില്ല അല്ലേ. ചൂടുള്ള കാലാവസ്ഥയിൽ നല്ല വെള്ളമുള്ള സമയം എന്ന് വെച്ചാൽ നമ്മുടെ മൺസൂൺ കാലം. വെള്ളം കുറേ ആവശ്യമുള്ള വിളകളായിരിക്കും. നമുക്ക് നോക്കാവേ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ശൈത്യകാലത്താരാ? ശൈത്യകാലത്ത് റാബി വിളയാണ്. വേനൽക്കാലത്തോ? വേനൽക്കാല വിളയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? സെയ്ദ്. സെയ്ദ് വിള. സെയ്ദ് വിള. അപ്പോൾ ഖാരിഫ്, റാബി, അതുപോലെ സെയ്ദ്, ഈ ഒരു രീതിയിലാണ് നമ്മുടെ വിളകളുടെ കാലഘട്ടം. ഓക്കെ, അപ്പോൾ ഖാരിഫ് കാലഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറ എന്തൊക്കെയായിരിക്കും? മൺസൂൺ കാലത്തിലായിരിക്കും നമ്മൾ കൃഷി ചെയ്യുക. ഓക്കെ. 2, ജലം കൂടുതലായിട്ട് ആവശ്യമുള്ള വിളകൾ അല്ലേ. ജലം കൂടുതൽ ആവശ്യമുള്ള വിളകളായിരിക്കും കൃഷി ചെയ്യുക. എക്സാമ്പിൾ പറഞ്ഞോ. നെല്ല് കുറേ വെള്ളം വേണ്ടേ, ചെളിയിലല്ലേ നടുക, വയലിലല്ലേ നടുക. ഇനി കരിമ്പ്, ഇതൊക്കെ പരുത്തി, ഇതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ മൺസൂൺ കാല വിളകളാണ്. സെറ്റല്ലേ? കരിമ്പ്, നെല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൺസൂൺ കാല വിളകളാണ്, എക്സെട്ര. ഓക്കെ, സെറ്റല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഇനി റാബി വിള എപ്പോഴാണ് നടുക? ശൈത്യകാലത്ത്. അതെന്താ ഇങ്ങനെ ശൈത്യകാലത്ത് നടന്നേ? ശീതവിള, തണുപ്പ് ആവശ്യം ഉണ്ടാവും, ചൂട് പറ്റൂല ഈ വിളകൾക്ക്. എക്സാമ്പിൾ പറഞ്ഞേ. ഗോതമ്പ്, ബാർലി, കടുക്, ഇതിനൊന്നും ചൂട് പറ്റൂല കേട്ടോ. എന്ത് വേണം? നല്ല തണുപ്പ് വേണം. റാഗി, ഇതൊക്കെ റാബി വിളകളാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശൈത്യകാല വിളകളാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ മൺസൂൺ കാല വിളകൾ ഏതൊക്കെ മാസങ്ങളിലാണ് വളർത്തുക? ജൂൺ മാസം തൊട്ട് ഏകദേശം ഒരു സെപ്റ്റംബർ, ഒക്ടോബർ വരെ. അപ്പോൾ റാബി വിളകൾ എപ്പോഴാണ് വളർത്തുക? ഒരു നവംബർ പകുതിയൊക്കെ ആകുമ്പം തുടങ്ങും. ഡിസംബറോടുകൂടി ശൈത്യകാലമാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഒരു മാർച്ച് പകുതി വരെ ഇവനാണ്. ഇനി ആകെ 2 മാസമല്ലേ ബാക്കിയുള്ളൂ, ഏപ്രിലും മെയ്യും അല്ലേ. 2 മാസം മാത്രമേ ബാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കിട്ടാൻ പോകുന്നത് വലിയ ഒരു സമ്മർ സീസൺ. വളരെ ഷോർട്ടായിട്ടുള്ളൊരു ടേമാണ്, പക്ഷെ നല്ല കനത്ത താപനില കൂടുന്ന സമയമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വേനൽക്കാല വിളയാണ്. വേനൽക്കാലത്താണ് നമ്മളിത് വളർത്തുന്നത്. ഇതിൻ്റെ എക്സാമ്പിളാണ് പച്ചക്കറി. കാരണം 2 മാസം കൊണ്ട് വിളവെടുക്കണ്ടേ, ജൂണിൽ മഴ വരൂലേ. അപ്പോൾ പഴവും പച്ചക്കറികളും
പഴവും പച്ചക്കറിയൊക്കെയാണ്, പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് നമ്മൾ ആ ഒരു സമയത്ത് വളർത്തുന്നത്. സെറ്റല്ലേ? പിടികിട്ടിയല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ നോക്കിയാലോ. ജൂൺ തൊട്ട് നവംബർ വരെ കൃഷി ചെയ്യുന്ന കാലഘട്ടം. ജൂൺ തൊട്ട് നവംബർ എന്ന് പറയുമ്പോൾ ഇവിടെ മഴയാണ്. ഓക്കെ, ഇപ്പം ജൂലൈ ആണല്ലേ, മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ മൺസൂൺ മഴ, മൺസൂണിന് കൃഷി ചെയ്യുന്നത് ഖാരിഫ്. എന്താ വിളിക്കുക? ഖാരിഫ് വിള. യെസ്, എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. സെയ്ദ്, സൈദ് എന്നൊക്കെ പറയും കേട്ടോ. ZAID. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യനും വളരെ ഭംഗിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കാലാവസ്ഥ, കൃഷിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കി എപ്പോഴും വരുന്ന കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ ഇനി മറക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. ഇനി ഞാൻ ഇന്ത്യയിലെ കുറച്ച് പർവ്വതനിരകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഇതൊരു കാരണവശാലും മറക്കരുത്. കാരണം ഈ കഴിഞ്ഞ വർഷമൊക്കെ ന്യൂസിൽ ഒരുപാട് വന്നതാണ്. നിങ്ങൾക്ക് ഇത്തവണ വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. ആരവല്ലിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും മക്കളെ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര നമ്മുടെ സ്വന്തം ആരവല്ലിയാണ്. നമ്മുടെ ഇന്ത്യയുടെ പർവ്വത മുത്തശ്ശിയാണ് ആരവല്ലി. മുത്തശ്ശിക്ക് 70 വയസ്സാണ്. എന്ന് വെച്ചാൽ 70 കോടിയാണ് ഇതിൻ്റെ പ്രായമെന്നാണ് NCERT പ്രകാരം നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 70 കോടി അഥവാ 700 ദശലക്ഷം പഴക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര നമ്മുടെ ആരവല്ലിയാണ്. മറക്കരുത്. ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ആരവല്ലി ഈ വർഷം ചോദിക്കുവേ. എന്തൊക്കെയാണ് ചോദിക്കുക? ഒന്ന്, ഏറ്റവും പഴക്കം ചെന്നത്. അപ്പം നമുക്കറിയാം ഒന്നാമത്തെ പോയിന്റ് ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര. 2, ആക്ച്വലി ഇത് പഴയ ഒരു മടക്ക് പർവ്വതമായിരുന്നു. ഏത് പർവ്വതവും അവസാനം പ്രായം ചെല്ലുമ്പോൾ ഒരു അവശിഷ്ട പർവ്വതമാവും. അപ്പം പഴക്കം ചെന്ന പർവ്വതനിരയായതുകൊണ്ട് നമ്മളിതിനെ എന്താ വിളിക്കുക? പഴക്കം ചെന്ന പർവ്വത നിര ആയതുകൊണ്ട് ഇതിനെ നമ്മൾ അവശിഷ്ട പർവ്വതം എന്നാണ് വിളിക്കുക. അവശിഷ്ട പർവ്വതം എന്നാണ് വിളിക്കുക. അപ്പോൾ ആരവല്ലി ഒരു അവശിഷ്ട പർവ്വതമാണ്, മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഴയ മടക്ക് പർവ്വതം എന്നും പറയാവുന്നതാണ്. എന്ന് വിചാരിച്ച ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതൊരു മടക്ക് പർവ്വതമല്ല. ഇന്ത്യയുടെ മടക്ക് പർവ്വതം എന്ന് പറയുന്നത് ഹിമാലയമാണ്. ഇത് പണ്ടൊരു മടക്ക് പർവ്വതം ആയിരുന്നു, ഇപ്പോൾ ഒരു അവശിഷ്ട പർവ്വതം. സെറ്റല്ലേ? ഇപ്പോൾ പഴയ മടക്ക് പർവ്വതം എന്നും പറയാം, അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതം പറയാം. എവിടുന്നോട്ട് എവിടം വരെ? അഹമ്മദാബാദ് തൊട്ട് ഡൽഹി വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു പർവ്വതനിരയാണ് ഇത്. ഡൽഹിയിൽ എന്താ ഇതിൻ്റെ പേര് എന്നറിയോ? ഡൽഹിയിൽ ഇവനെ വിളിക്കുന്ന പേര് റെയ്സീന കുന്ന് എന്നാണ്. ഇവിടെ നമുക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനൊക്കെ കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ രാഷ്ട്രപതി ഭവൻ ഒരു ചെറിയൊരു ഉയരം ചെന്ന ഭാഗത്താണ്. എന്ന് വെച്ചാൽ അത് ആരവല്ലിയുടെ ഭാഗമാണ് ഡൽഹിയിൽ. ഇപ്പോൾ ഡൽഹിയിൽ ആരവല്ലിയെ വിളിക്കുന്ന പേരാണ് എന്ത്? റെയ്സീന കുന്ന്. അപ്പം മറക്കരുത്. ഇനി നമ്മുടെ ആരവല്ലിയിൽ ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്, അവൻ്റെ പേരാണ് മൗണ്ട് അബു. ഈ കഴിഞ്ഞ 2026 ഈ കഴിഞ്ഞ മാസം ഇവൻ്റെ പേര് മാറ്റി, മൗണ്ട് അബുവിൻ്റെ പേര് മാറ്റി. ഇപ്പോൾ ഇവൻ്റെ പേരിപ്പോൾ അബുരാജ് എന്നാണ്. എന്താ? അബുരാജ്. എക്സാമിന് ചോദിക്കുവേ, മറക്കരുത്. ഓക്കെ. അതുപോലെ നമുക്ക് ദിൽവാര ജൈനക്ഷേത്രം കാണുന്നത്, ജൈൻ ടെമ്പിൾ കാണുന്നത് നമുക്ക് ആരവല്ലിയിലാണ്. മറക്കരുത്. ദിൽവാര ജൈനക്ഷേത്രം കാണുന്നത് ആരവല്ലിയിലാണ്. ഈ മൗണ്ട് അബുവിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. മൗണ്ട് അബുവിൽ തന്നെ നമുക്കൊരു തടാകവും കാണും. ആ തടാകത്തിൻ്റെ പേരാണ് നക്കി തടാകം. എന്താ പേര്? നക്കി തടാകം. മറക്കരുത്. 2 ചുരങ്ങളും കാണാം ആരവല്ലിയിൽ. ആരവല്ലിയിലെ ചുരങ്ങളാണ്. ഒന്ന് ഹാൽഡിഘട്ടി, ഓക്കെ. 2 ഗോരൻഘട്ട്, ഹാൽഡിഘട്ടി ചുരങ്ങൾ. ഈ 2 ചുരങ്ങളും നമ്മുടെ ആരവല്ലിയിലാണ്. അപ്പോൾ ആരവല്ലിയിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങൾ വരും. അഹമ്മദാബാദ് തൊട്ട് ഡൽഹി വരെയാണ്. ഒരു കാരണവശാലും മറക്കരുത്, എക്സാമിന് ചോദിക്കും. ഇനി ഇവിടുന്ന് ഉത്ഭവിക്കുന്ന നദികൾ 3 എണ്ണേ ഉള്ളൂ. ഒന്ന് ചമ്പലിൻ്റെ പോഷക നദിയായ ബാനസ്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ചമ്പലിൻ്റെ പോഷക നദിയായ ബാനസ്. 2 രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ലൂണി. രാജസ്ഥാൻ, ഇന്ത്യൻ മരുഭൂമി, രാജസ്ഥാൻ ബാഗർ സമതലങ്ങളിലൂടെ ഒഴുകുന്ന ലൂണി.
പിന്നെ ഗുജറാത്തിലേക്ക് ഒഴുകുന്ന സബർമതി, ഗാന്ധിനഗറിലൂടെയൊക്കെ ഒഴുകുന്ന സബർമതി. ഗാന്ധിജി സബർമതിയുടെ കരയിലാണല്ലോ, അതുകൊണ്ടാണ് ഗുജറാത്ത് ആ ഒരു സ്ഥലത്തിന് ഗാന്ധിനഗർ എന്നുള്ള പേരിട്ടത്. ഗുജറാത്തിൻ്റെ തലസ്ഥാനമാണ്, മറക്കരുത്. സെറ്റല്ലേ? അപ്പോൾ ആരവല്ലിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, കട്ടയ്ക്ക് പഠിച്ചുകൂടാ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 2021 ചോദിച്ചു, 2022 ചോദിച്ചു, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിയ ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറ്റമില്ല. 13, ഇതും 13. മനസ്സിലായോ? സോ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം നമ്മുടെ ആരവല്ലിയാണ്. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്ഷനിൽ മാത്രമേ മാറ്റുള്ളൂ. ഇതിൽ മാൽവ, വിന്ധ്യ, സത്പുര എന്ന്. 2022 പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, ഹിമാലയം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹിമാലയം എന്താണ്? ഹിമാലയം ഒരു മടക്കു പർവ്വതമാണ്, ഒരു കാരണവശാലും മറക്കരുത്. അതുപോലെ വിന്ധ്യ എന്താ? വിന്ധ്യ ഒരു ഖണ്ഡപർവ്വതമാണ്, ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ ഈ പർവ്വതങ്ങളിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരും, മറന്നു പോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? തീർച്ചയായും വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് ഡിവൈഡ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാ? നോക്കിയേ, ഇത് ഇന്ത്യയുടെ ഇവിടെ ആയിട്ട് ഒരു പർവ്വതമുണ്ട്, 2 പർവ്വതങ്ങൾ. ഒന്നാണ് നമ്മുടെ വിന്ധ്യ, ഒരാൾ നമ്മുടെ വിന്ധ്യയാണ്, രണ്ടാമത്തത് നമ്മുടെ സത്പുരയാണ്. സത്പുരയുടെയും വിന്ധ്യയുടെയും വടക്ക് ഭാഗമാണ് നോർത്ത് ഇന്ത്യ. സത്പുരയുടെയും വിന്ധ്യ സത്പുരയുടെ തെക്ക് ഭാഗമാണ് സൗത്ത് ഇന്ത്യ. ശരിക്കും ഇന്ത്യയെ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന് ഡിവൈഡ് ചെയ്യുന്ന പർവ്വതം ചോദിച്ചാൽ അത് വിന്ധ്യ സത്പുരയാണ്. ഇനി ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന നദി ഏത് എന്നും എക്സാമിന് ചോദിക്കും. വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്ന് ഡിവൈഡ് ചെയ്യുന്ന നദി, അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നർമ്മദാ നദിയാണ്. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ്. ശരിക്കും വിന്ധ്യയും സത്പുരയും ഖണ്ഡപർവ്വതങ്ങളാണ്. എന്ത് പർവ്വതങ്ങളാ? ഖണ്ഡപർവ്വതങ്ങളാണ്. ഇനി വിന്ധ്യയും സത്പുരയിൽ നിന്ന് പറയാനുള്ളത്, വിന്ധ്യയുടെയും സത്പുരയുടെ ഇടയിലുള്ള താഴ്വര ഒരു ഭ്രംശ താഴ്വരയാണ്. ഭ്രംശ താഴ്വര എന്താണെന്നൊക്കെ ഞാൻ പലതവണ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നു പോയ നമ്മുടെ കരയിലുള്ള പ്രദേശങ്ങളെയാണ് ഭ്രംശ താഴ്വര എന്ന് പറയാം. അപ്പോൾ ഈ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികളാണ് നർമ്മദയും അതുപോലെ നമ്മുടെ സത്പുരയുടെ തെക്ക് ഭാഗത്തുള്ള താപ്തിയും. ഈ 2 നദികളും 2ഉം ഭ്രംശ താഴ്വരയിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് ഇരട്ടകൾ എന്നൊക്കെയാണ്, ഇന്ത്യയുടെ ഇരട്ടകൾ എന്നൊക്കെയാണ്, ഒരുപോലെ പാരലായിട്ട് ഒഴുകുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്, ട്വിൻസ് ഓഫ് ഇന്ത്യ. ഇനി വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലാണ് ആര്? നർമ്മദ. ഓക്കെ, അപ്പം ഞാൻ അതും എഴുതുന്നുണ്ട്. നർമ്മദ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിറ്റ്വീൻ വിന്ധ്യ ആൻഡ് സത്പുര. അപ്പോൾ ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ഇതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, മറക്കരുത്. ഭൂവിഭാഗത്തിൽ നിന്ന് എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? നമുക്ക് ഹിമാലയം 3ആയിട്ട് തരംതിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാഞ്ചൽ. ഞാൻ ഈ മാപ്പിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നോക്കണേ. ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ട്രാൻസ് ഹിമാലയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വടക്കുള്ള ഈ 3 പർവ്വതനിരകൾ. ഓക്കെ, ഇന്ത്യയുടെ വടക്കുള്ള ഈ 3 പർവ്വതനിരകളാണ് ട്രാൻസ് ഹിമാലയം. എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ ഞാനൊരു കോഡ് പറഞ്ഞുതരാം. കോഡൊന്നുമില്ല, സിമ്പിളായിട്ട് ആദ്യത്തെ ലെറ്റേഴ്സ് മാത്രം ആലോചിക്കുക. കാലാസ. ട്രാൻസ് ഹിമാലയം എന്ന് എവിടെ കേട്ടാലും അപ്പം തന്നെ നമ്മൾ കാലാസ എന്ന കോഡ് ഓർത്ത് വെക്കുക. കാഫോർ ആരാ? കാരക്കോറം. ലാഫോർ ലഡാക്ക്. സാഫോർ സസ്കർ. അപ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ, ഇതാണ് ട്രാൻസ് ഹിമാലയം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ആരൊക്കെ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ശിവാലിക്കാണ് ഇതിലുള്ളത്, അപ്പോൾ ഇതല്ല. കാരക്കോറം, നാഗാക്കുന്നുകൾ, അപ്പോൾ ഇതല്ല. നാഗാക്കുന്നുകളല്ല, ശിവാലിക്കല്ല. ലഡാക്ക്, സസ്കർ, ഇവിടെ ഉണ്ട് ഇതല്ല ആൻസർ. സസ്കർ, പത്കൈ, അപ്പോൾ ഇതുമല്ല. യെസ്, വി ഗോട്ട് ദി ആൻസർ. ഇതായിരിക്കും ആൻസർ അല്ലേ? ലഡാക്ക്, സസ്കർ ആൻഡ് ഒന്നുകൂടി ഞാൻ എഴുതുന്നു, കാരക്കോറം. അപ്പോൾ കാരക്കോറവും ലഡാക്കും സസ്കറും ഈ 3 പർവ്വതനിരകളാണ് ഇന്ത്യയുടെ തലയിലുള്ള. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇന്ത്യയുടെ തലയാണല്ലോ ജമ്മു കാശ്മീരും ലഡാക്കും അല്ലേ? തലയിൽ വച്ച ഒരു ഭസ്മക്കുറിയായിട്ട് അങ്ങ് ആലോചിച്ചാൽ മതി.
ഇന്ത്യയുടെ തലയിൽ വെച്ച ഒരു ഭസ്മക്കുറിയാണ് ഇത് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, കാലാസ, പൂജാരിമാരക്കളെ തൊടുന്നത് പോലെ കാലാസ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയ പർവ്വത നിരകൾ. ഇതും ഒരു കാരണവശാലും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ട്രാൻസ് ഹിമാലയം എന്തൊക്കെയാണെന്ന്. കാലാസ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി ഹിമാലയം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ കിടക്കുന്ന ഈ 3 പർവ്വതനിരകൾ, ഈ 3 പർവ്വതനിരകൾ ചേർന്ന് കഴിഞ്ഞാൽ അത് ഹിമാലയമാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയം പോലെ തന്നെ നമുക്ക് 3 പർവ്വതനിരകളാണ് ഹിമാലയത്തിലുള്ളത്. 1, 2, 3. ഇതിൽ ഏറ്റവും വടക്കുള്ള ഈ ഹിമാലയത്തെയാണ് നമ്മൾ ഹിമാദ്രി എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഹിമാചൽ, ഏറ്റവും തേക്കുള്ളത് ശിവാലിക്. ഇത് ഞാൻ ഒരു ക്രോസ് സെക്ഷൻ പോലെ ഞാൻ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് വരച്ചു തരാം. കാരണം ഈ ഡയഗ്രത്തിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ മുഴുവൻ ഫീച്ചേഴ്സും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഹിമാലയം ഇങ്ങനെയാണ്. വടക്കുന്ന് തെക്കോട്ടേക്ക് വരുമ്പോൾ ഇത് വടക്ക് ആണെന്ന് വിചാരിക്കുക, ഇത് തെക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ വടക്കുന്ന് തെക്കോട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. കൂട്ടത്തിൽ ഒരു വലിയൊരു പർവ്വതനിരയുണ്ട് അല്ലേ. അവനെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റർ ഹിമാലയ. കാരണം എന്താ? കൂട്ടത്തിൽ ഏറ്റവും വലുത് അവനാ. അപ്പോൾ അവനെ വിളിക്കേണ്ട പേരെന്താ? ഗ്രേറ്റർ ഹിമാലയ. അവന് ഏകദേശം 6000 മീറ്ററാണ് ശരാശരി ഉയരം. നല്ല ഉയരമുള്ള പർവ്വതനിരയാണ്. ഓക്കെ, ഇനി അവനെക്കാളും ചെറുതല്ലേ ഇവൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ്റെ പേരെന്താ ഇടണ്ടേ? ലെസ്സർ ഹിമാലയ. ഇവന് ഏകദേശം 3000 തൊട്ട്, പുതിയ NCERT പ്രകാരം 3000 തൊട്ട് 4500 മീറ്റർ വരെയാണ് ഇവൻ്റെ ഉയരം എന്ന് പറയുന്നത്, ശരാശരി ഉയരം. ഇനി ഏറ്റവും പുറമെയുള്ള ഹിമാലയമാണല്ലോ ഇവൻ ഏറ്റവും ചെറുതല്ലേ. 1200 മീറ്ററാണ് ഇവൻ്റെ ഉയരം. ഇവനെ നമ്മൾ ഏറ്റവും പുറമെ ഏറ്റവും തെക്കുള്ളത് കൊണ്ട് ഔട്ടർ ഹിമാലയ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഔട്ടർ ഹിമാലയ. ഇവൻ ഔട്ടർ എന്ന് വിളിക്കുന്നത് കൊണ്ട് ഏറ്റവും ഉള്ളിലുള്ള ഗ്രേറ്റർ ഹിമാലയക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താ? ഇന്നർ ഹിമാലയ. ഈ പേരുകളൊക്കെ പഠിക്കാൻ ഈ ഒരൊറ്റ ഡയഗ്രാം മതി, കൃത്യമായിട്ട് നോക്കിയാൽ മാത്രം മതി. ഗ്രേറ്റർ, ലെസർ, ഔട്ടർ. അപ്പോൾ അതേതാ? ഇന്നർ. രണ്ടിൻ്റെ ഇടയിലാണ് ലെസർ ഹിമാലയ. അപ്പോൾ ലെസർ ഹിമാലയയുടെ അടുത്ത പേരെന്തായിരിക്കും? രണ്ടിൻ്റെ ഇടയിൽ മിഡിൽ ഹിമാലയ. എന്താ? മിഡിൽ ഹിമാലയ. ഇനി ഇവൻ്റെ മുകളിൽ എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കും. അങ്ങനെയുള്ള പർവ്വതങ്ങളെ നമ്മൾ ഹിമാദ്രി എന്നാണ് പറയുക. എന്താ വിളിക്കുക? ഹിമാദ്രി എന്നാണ് പറയുക. എന്താ പറയുക? ഹിമാദ്രി. ഹിമം മൂടിക്കിടക്കുന്ന അദ്രി എന്ന് വെച്ചാൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതം. വർഷത്തിലുടനീളം മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മഞ്ഞായിരിക്കും കാണാം. കാരണം എന്താ? ഇവൻ 6000 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവൻ ഹിമാദ്രി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവന് മറ്റൊരു പേരുണ്ട്, ഹിമാചൽ ഹിമാലയ. ഇനി ഇവൻ്റെ ഇത്തിരി കുഞ്ഞൻ്റെ പേരാണ് ശിവാലിക്. ശിവൻ്റെ തിരുമുടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശിവൻ്റെ ആ ഒരു ജടാധരിയായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലുതാണ്. ഇനി ഹിമാലയത്തിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും കിട്ടുമല്ലോ. ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കുള്ള പർവ്വതനിര ഏതാ? ഏറ്റവും തെക്കുള്ളതാരാ? ഏറ്റവും ഉയരം ചെന്നതാരാ? ഏറ്റവും ഉയരം കുറഞ്ഞതാരാ? രണ്ടിൻ്റെ ഇടയിലുള്ളതാരാ? ഹിമാചൽ ഹിമാലയ അഥവാ ലെസർ ഹിമാലയ ആരുടെയൊക്കെ ഇടയിലാ? ശിവാലിക്കിനും ഹിമാദ്രിക്ക് ഇടയിൽ. എല്ലാം സെറ്റായില്ലേ? നദികളൊക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഗംഗയും യമുനയൊക്കെ ഉത്ഭവിക്കുന്നത് മഞ്ഞുള്ള സ്ഥലത്തുനിന്ന്, ഹിമാനികളിൽ നിന്ന്. അപ്പോൾ ഹിമാദ്രി എന്നായിരിക്കൂലേ നമ്മുടെ യമുനയും ഗംഗയൊക്കെ ഉത്ഭവിക്കുക. പഠിച്ചില്ലേ? ഹിൽ സ്റ്റേഷൻസ് എന്ന് വെച്ചാൽ സുഖവാസ കേന്ദ്രങ്ങൾ. മസൂരി, ഷിംല, ഡാർജിലിംഗ്, അൽമോറ, നൈനിറ്റാൾ, ഇതൊക്കെ എവിടെയായിരിക്കും? ഇവനിൽ. കാരണം ഇവൻ്റെ ഹൈറ്റ് 3000 ഉള്ളൂ. ഇത്ര ഹൈറ്റിലൊക്കെ വലിയ കുഴപ്പമില്ല, നല്ല സുഖമൊക്കെ ഉണ്ടാവും. പക്ഷെ 6000 മീറ്റർ പോയ ഓക്സിജൻ പോലും കുറവായിരിക്കും. നല്ല കൊടും ശൈത്യമായിരിക്കും. നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ സുഖവാസ കേന്ദ്രം ഉണ്ടാവുമോ? ഇല്ല. എവിടെ സുഖവാസ കേന്ദ്രം? ഹിമാചൽ ഹിമാലയ. ശിവാലിക്ക് ഹൈറ്റ് കുറവല്ലേ, അത്ര തണുപ്പൊന്നും ഉണ്ടാവില്ല. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ അതും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പറയണേ, ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരുകൾ അറിയപ്പെടുന്നു? ഏറ്റവും തെക്ക് ആരാ? ശിവാലിക്. കിട്ടിയില്ലേ? ഏറ്റവും വടക്ക്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചില്ലേ? ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അത്രയേ ഉള്ളൂടാ. ഓക്കെ. അപ്പോൾ ഇനി മണ്ണിനെ കുറിച്ച്
നമുക്കൊരു ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. 2021 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് മണ്ണിനുമായി ബന്ധപ്പെട്ട്. ഇനി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയത്, ഏറ്റവും വളക്കൂറുള്ളത്, ഏറ്റവും കൂടുതലുള്ളത്, ഇന്ത്യയിൽ ഇതെല്ലാം. ലോകത്ത് എവിടെ പോയാലും ഏറ്റവും വളക്കൂറുള്ള ഫലപുഷ്ടിയുള്ള കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. ഇപ്പോൾ വളക്കൂറാണെങ്കിലും കൂടുതലായുള്ളതും ഇന്ത്യയിൽ 42%, ഇന്ത്യയുടെ 42% നമ്മുടെ എക്കൽ മണ്ണാണ്. ഇതെല്ലാം തന്നെ എക്കൽ മണ്ണാണ്, മറക്കരുത്. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഉൽപാദനക്ഷമത കൂടിയ മണ്ണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കൽ മണ്ണാണ്, മറക്കരുത്. ഉത്തരേന്ത്യൻ സമതലങ്ങൾ ഉണ്ടാക്കുന്നതാരാ? നദികൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നേ? നിക്ഷേപം നടത്തി. എന്താ നദി നിക്ഷേപിക്കുക? ചെളി, മണ്ണ്, കല്ല്, ചരല്, മണല്, അല്ലേ? ഇരുകരകളിലും നിക്ഷേപിക്കൂലേ? ഇതിനെയൊക്കെ ചേർത്ത് എന്താ വിളിക്കാന്നറിയോ? എക്കൽ. അപ്പൊ ഇവിടെ കാണുന്ന മണ്ണ് ഏതാ? എക്കൽ മണ്ണ്. ഇന്ത്യയുടെ എത്ര? 42%. മണ്ണിൽ നിന്ന് എക്കൽ മണ്ണിന് ചോദിച്ചാൽ എഴുതൂലേ? എക്കൽ മണ്ണിൽ കുറവായിട്ട് കാണുന്ന ഒരു 2 ധാതുക്കൾ ഞാൻ പറയാം, നൈട്രജനും ഫോസ്ഫറസും ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബാക്കി എല്ലാ മണ്ണിലും എന്താണ് കുറവ് എന്ന് പഠിക്കണം. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിളാ. ഇന്ത്യയിൽ ഏത് മണ്ണ് ചോദിച്ചാലും ഏറ്റവും കുറവായിട്ട് കാണുന്നത് നൈട്രജനും ഫോസ്ഫറസും ആണ്. ഇപ്പം സെറ്റായില്ലേ? അതാണ് NPK വളം നമ്മുടെ കർഷകർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റല്ലേ? ഇനി റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷിയാ ചോദിച്ചേ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. കറുത്ത മണ്ണിൻ്റെ ഒരു പേരാണ് എന്ത്? റിഗർ. ഓക്കെ. കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പേരാണ് പരുത്തി മണ്ണ്. കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പേരാണ് എന്താ? ചെർണോസം. ഈ ചെർണോസം, റിഗർ, പരുത്തി മണ്ണ്, കരിമ്പ് മണ്ണ് എന്നൊക്കെ കെയിൻ സോയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് പരുത്തി മണ്ണാണ്, അഥവാ കറുത്ത മണ്ണാണ്. ഇതിന് പരുത്തി മണ്ണെന്ന് പേര് വരാൻ കാരണം എന്താ? ഏറ്റവും അനുയോജ്യമായ കൃഷി എന്താ? പരുത്തിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കാനുള്ള കാരണം. സെറ്റല്ലേ? ഓക്കെ. അപ്പോൾ ഇത് മറക്കരുത്. എന്തിൽ നിന്നുണ്ടാകുന്ന മണ്ണായത്? ലാവയിൽ നിന്ന് ഉണ്ടാകുന്ന മണ്ണാണ് നമ്മുടെ കറുത്ത മണ്ണ്. കറുത്ത മണ്ണിൻ്റെ ഒരു പ്രത്യേക കഴിവുണ്ട്, സ്വയം ഉഴുതുമറിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇത് മറക്കരുത്. സ്വയം ഉഴുതുമറിക്കാൻ കഴിവുള്ള ഒരു മണ്ണാണ് കറുത്ത മണ്ണ്. അതെങ്ങനെയാ? സാധാരണ നമ്മൾ ഇങ്ങനെ ഉഴുതുക, കലപ്പമുണ്ടല്ലേ? കലപ്പമുണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? മണ്ണിൽ വിള്ളൽ ഉണ്ടാക്കുകയാണല്ലേ ചെയ്യുന്നത്, എയർ കയറാൻ വേണ്ടിയിട്ട്. ഇതിലത് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കറുത്ത മണ്ണ് വെള്ളം കിട്ടുന്ന സമയത്ത് ഇത് വലുതാവുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം കുടിച്ച് സ്പോഞ്ച് പോലെ വികസിക്കുകയും, വേനൽക്കാലം ആകുമ്പോൾ വെള്ളം നഷ്ടപ്പെടുമ്പോൾ ഇത് ചുരുങ്ങുകയും സങ്കോചിക്കുകയും ചെയ്യുന്ന ഒരു മണ്ണാണ്. അപ്പോൾ വേനൽക്കാലത്ത് ഈ മണ്ണിൽ വലിയ വിള്ളലുകൾ വീഴും. വരൾച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ കാണുന്നില്ല, അതുപോലത്തെ വിള്ളലുകൾ. അതാണ് കറുത്ത മണ്ണിൻ്റെ പ്രത്യേകത. സെറ്റല്ലേ? അപ്പോൾ സ്വയം ഉഴുതുമറിക്കാൻ കഴിവുള്ള, എയർ കയറും ആ വിള്ളലിലൂടെ, സ്വയം ഉഴുതുമറിക്കാൻ കഴിവുള്ള മണ്ണാണ് കറുത്ത മണ്ണ്. ജലസംഭരണ ശേഷി വളരെയധികം കൂടുതലാണ്. സ്പോഞ്ച് പോലെ വെള്ളത്തിന് ആഗിരണം ചെയ്തു. ആൻഡ് ഇതിൽ എന്തൊക്കെ വളർത്താം? പരുത്തി വളർത്താം, കരിമ്പ് വളർത്താം, കാരണം വെള്ളം കുറേ ശേഷിയുള്ള ഒരു മണ്ണാണല്ലോ. പിന്നെ വേറെന്താ? നിലക്കടല, അല്ലേ? നിലക്കടല, ഇതൊക്കെ നന്നായിട്ട് വളർത്താൻ പറ്റിയ മണ്ണാണ് നമ്മുടെ പരുത്തി മണ്ണ്. ഓക്കെ, മറക്കരുത്. ഇനി ഇതേ റാൻഡം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഞാനിത് ക്വസ്റ്റ്യൻ എടുക്കാനൊരു കാരണമുണ്ട്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യനാണ്. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി, അതുപോലെ രാജ്ഞി. ഇത് രണ്ടും ചോദിക്കും, അഥവാ റാണി, അഥവാ ക്വീൻ. ഓക്കെ, അപ്പോൾ ക്വീനും ചോദിക്കും, രാജകുമാരി അഥവാ പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷനും ചോദിക്കും. റാണി എന്ന് പറയുന്നത് മസൂറിയാണ്. മസൂറി സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതേസമയം സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് ആരാണ്? രാജകുമാരി കൊടൈക്കനാലാണ്. കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് പളനിമലയിലാണ്, തമിഴ്നാട്. ഓക്കെ. അതേസമയം നമ്മുടെ രാജ്ഞിയായ മസൂരി സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിലാണ്. ഹിമാലയത്തിൽ എവിടെയായിരിക്കും? പറ. ഹിമാലയത്തിൽ ഏത് പർവ്വത നിരയിലായിരിക്കും? ഈ 3-ല്. ഇതിൽ കറക്റ്റായ ഹൈറ്റ്, അധികം തണുപ്പില്ല, കൊടും ശൈത്യമില്ല,
തണുപ്പ് കുറവില്ല, കറക്റ്റ് ഹൈറ്റ് അല്ലേ, ഓക്സിജനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ആ ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ മണ്ണ് ഖാരിഫ് വിളകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഖാരിഫ് വിള അല്ലാത്തതായി ചോദിച്ചേ എന്ന് വെച്ചാൽ റാബി വിളയായിരിക്കും ചോദിച്ചത്. നമ്മളെപ്പോഴും വിള അല്ലാത്തത്, ബന്ധമില്ലാത്തത്, ശരിയല്ലാത്തത്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരില്ലേ. അപ്പോൾ അവിടെ എന്താ ചോദിച്ചതെന്ന് മേലെ എഴുതി വെക്കുന്നതല്ല. അപ്പോൾ ഖാരിഫ് വിള അല്ലാത്തത്, അപ്പോൾ മോസ്റ്റ്ലി എന്താ റാബി വിളയായിരിക്കും അല്ലേ ചോദിച്ചത്. പരുത്തി, ചണം, ചോളം, ബാർലി, ദേ റാബി വിള. സെറ്റല്ലേ? ഞാൻ എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളതും വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഏരിയയിലേക്ക് പോവാണ്. താപോർജ്ജ നിലയങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാം ജോഗ്രഫി ഒരു ചെറിയൊരു സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജം അഥവാ ജിയോ തെർമൽ എനർജി പ്ലാന്റ്സുകൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് മണികരണാണ്. മണികരൺ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കുളുവിലാണ്. കുളു മണാലി അല്ലേ, കുളുവിനടുത്താണ് മണികരൺ. ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സ്ഥാപിക്കാൻ പോകുന്ന കുറച്ച് സ്ഥലങ്ങൾ കൂടിയുണ്ട്, അതുകൂടി ഞാൻ എഴുതുന്നുണ്ട്. പുഗാ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. ഒരു കാരണവശാലും മറക്കരുത്, എക്സാമിന് ചോദിക്കും. പിന്നെയുള്ള ഒരു സ്ഥലമാണ് തത്തപ്പാനി. ഇതും കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ പലതവണ ക്വസ്റ്റ്യൻ വന്നതാണ്. തത്തപ്പാനി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ആണ്. ഓക്കെ, ഛത്തീസ്ഗഡ് ആണ്. സോ ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പുഗാ താഴ്വര, മണികരൺ, തത്തപ്പാനി, അതുപോലെ നിങ്ങളുടെ SCRTയിൽ പറഞ്ഞിരിക്കുന്ന കീർഗംഗ നമ്മുടെ മണികരണില്ലേ, അതിനെ തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥലമാണ്, ഒരു കൊടുമുടിയുടെ അടുത്താണ്. ഓക്കെ, കീർഗംഗ. ഇതൊക്കെ എക്സാമിൽ വരും. പിന്നെയുള്ളത് നമ്മുടെ ഗുജറാത്തിലെ കമ്പത്താണ്. കമ്പത്ത് അഥവാ കമ്പത്ത് ഉൾക്കടലൊക്കെ ഉണ്ടല്ലോ, അതിനടുത്തുള്ളൊരു സിറ്റിയാണ് കമ്പത്ത്. അപ്പോൾ കമ്പത്തിൻ്റെ അടുത്ത് നമുക്ക് ഈ പറഞ്ഞ ഈ ജിയോ തെർമൽ എനർജി പ്ലാന്റ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? മണികരണാണ്. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇങ്ങനെ തിളക്കുന്നത് കാണാം. കുളങ്ങളിലൊക്കെ ഭൂമിയുടെ അടിയിൽ മാഗ്മയുണ്ട്. ആ മാഗ്മയുടെ ചൂട് കിട്ടിയതിന് ശേഷമാണ് ഈ വെള്ളം തിളക്കുന്നത്. ഇത് നമ്മൾ നീരാവി ഈ ടർബൈൻ കറക്കിയിട്ട് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റും മറക്കരുത്, എക്സാമിന് ചോദിക്കും. പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും എക്സാമിന് ദേശീയ ജലപാതകൾ കാണാതെ പോകരുത്. എന്തായാലും പഠിച്ചിട്ട് പോവുക. ബ്രഹ്മപുത്രയിൽ സ്ഥിതി ചെയ്യുന്ന സാദിയ തൊട്ട് ദുബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ ജലപാത 2 നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യേണ്ടു. ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 5. ഈ 5 എണ്ണം പഠിച്ചിട്ട് പോവുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ക്വസ്റ്റ്യനിൽ വരും. നിങ്ങൾ ഓപ്ഷൻ നോക്കി 1, 2, 3, 4 5 എണ്ണം പഠിച്ചിട്ട് പോവുക. ഒന്നാമത്തത് ഗംഗയിലാണ്. എവിടുന്ന് തൊട്ട് എവിടം വരെ? അലഹബാദ് തൊട്ട് ഹാൽദിയ വരെ. അലഹബാദ് എന്ന് പറയുന്നത് UPയിലുള്ള ഒരു സ്ഥലമാണ്, പ്രയാഗ്രാജ്. ഹാൽദിയ വെസ്റ്റ് ബംഗാളിലാണ്. ഗംഗ നദി ഒഴുകുന്ന എൻ്റയർ ലെങ്ത് 1620 കിലോമീറ്റർ ആണ് നീളം. അപ്പോൾ ആദ്യം വന്നത് ദേശീയ ജലപാതയായിരിക്കും. 1986 ദേശീയ ജലപാത 1 വന്നിരിക്കുന്നത്. സെറ്റല്ലേ? ഇനി ദേശീയ ജലപാത 2 നിങ്ങൾ ഈ ഇയർ മാത്രം ആലോചിച്ചാൽ മതി. 1986. ആക്ച്വലി 1986 ദേശീയ ജലപാത അതോറിറ്റി, ദേശീയ ജലഗതാഗത അതോറിറ്റി വരുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ അവർ ദേശീയ ജലപാത 1 ഉണ്ടാക്കി ഗംഗയിൽ. അടുത്ത ഇയർ പഠിക്കാൻ എളുപ്പമാണ്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ 1988 രണ്ടാമത്തവൻ വന്നു. രണ്ടാമത്തവൻ വന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. എവിടുന്ന് എവിടെ വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിൽ സാദിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സാദിയ തൊട്ട് ദുബ്രി വരെയാണ്. ദുബ്രി ആസാമിലെ ഒരു സ്ഥലമാണ്. 891 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി 2 എണ്ണം നിർബന്ധമായി അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇനി ദേശീയ ജലപാത 3 വന്നതും പഠിക്കാൻ എളുപ്പമാണ്. 1993 മൂന്നാമത്തവൻ വന്നത്. അത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെ തൊട്ട് എവിടം വരെ? കൊല്ലം തൊട്ട് കോഴിക്കോട് വരെ. കൊല്ലം തൊട്ട് കോട്ടപ്പുറം വരെ ആയിരുന്നു 2016 വരെ. 2016 ശേഷം കൊല്ലം ടു കോഴിക്കോട് വരെയാണ്. 365 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. കോട്ടപ്പുറം വരെ ആയിരുന്ന സമയത്ത് 205 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പം 365 കിലോമീറ്റർ കൊല്ലം ടു കോഴിക്കോട്.
ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേര് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. നമ്മുടെ കേരള തീരം വെസ്റ്റ് കോസ്റ്റിലല്ലേ ഇന്ത്യയുടെ, അതുകൊണ്ട് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. ഇനി 4ഉം 5ഉം ഇതുവരെയുള്ള എല്ലാവർക്കും അറിയായിരിക്കും. 4ഉം 5ഉം എല്ലാവരും തെറ്റിക്കാറുണ്ട്, തെറ്റിക്കരുത്. 4 എന്ന് പറയുന്നത് കാക്കിനാട. കാക്കിനാട എവിടെയാ? ആന്ധ്രാപ്രദേശ് അല്ലേ. കാക്കിനാട് ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിൽ നിന്ന് പുതുച്ചേരി വരെയാണ്. പുതുച്ചേരി എന്ന് പറയുമ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെയൊക്കെ അടുത്ത് വരെ ആണ് സ്ഥിതി ചെയ്യുന്നത്. വില്ലൂരം വരെയായിരുന്നു, ഇപ്പോൾ പുതുച്ചേരി വരെയാണ്. കിലോമീറ്റർ ഒന്നും പഠിക്കേണ്ട. ഇതിന് ഏത് കനാലിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നത് നമ്മുടെ വേമ്പനാട് കായലിലൂടെയും കനോലി കനാലിലൂടെയൊക്കെയാണ് കോഴിക്കോട് എത്തുന്നത്. അതേസമയം ദേശീയ ജലപാത 4 ബ്രിട്ടീഷുകാർ അവിടെ ഉണ്ടാക്കിയ ബക്കിംഗ്ഹാം കനാല് വഴിയാണ് കടന്നു പോകുന്നത്. 4. ഇനി 5 ഒഡീഷയിലാണ്. 5 ഒഡീഷയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒഡീഷയിൽ താൽച്ചർ തൊട്ട് ദാമ്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം വരെയാണ്. ഇതെവിടെയാ? ഒഡീഷ. അപ്പോൾ ദേശീയ ജലപാത ഈ 5 എണ്ണം കട്ടയ്ക്ക് പഠിച്ചു പോവുക. എക്സാമിന് ചോദിക്കും മക്കളെ. ഇത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ വിരളമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ജോഗ്രഫിയിൽ. അല്ല, ഭൂപ്രകൃതിയിൽ നിന്നാണ് ഞാൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇത്തവണ കൊണ്ടുവന്നത്. സാധാരണ ഞാൻ മാരത്തോണിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാറുണ്ട്. നിങ്ങൾ പറ്റുവാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങളുടെ ലൈവ് സെഷനിൽ കാണുന്ന മുമ്പ് നമ്മൾ പല എക്സാംസുകൾക്കും എടുത്തു കഴിഞ്ഞാൽ മാരത്തോണിൽ സമയമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ജോഗ്രഫിയിൽ ഞാൻ കുറച്ച് വേറെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ തവണ ഭൂപ്രകൃതിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലെടുത്തത്. കാരണം 2021 തൊട്ട് ഒരു 25 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഹാപ്പി ലേണിംഗ്. ബൈ ഓൾ ഓഫ് യു. ബൈ.